വിയേർഡായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്? അമ്മ മരുമകൻ്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്തു. മിഷന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ചെക്കനായിരുന്നു, കുറച്ച് സ്നേഹത്തോടെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ മാറി മാറിയിരുന്നു. പക്ഷേ എന്നാലും ബൗണ്ടറി കടന്ന് വരുന്ന പോലെയൊക്കെ പലപ്പോഴും ഇവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുന്നതൊക്കെ തോന്നി. അച്ഛൻ സെക്ഷുവലി ഹരാസ് ചെയ്യുന്ന ഒരുപാട് കേസ് എനിക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഒരുമാതിരി ഇരിക്കും കേട്ടിട്ട്, എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത. പോളിഗമി അലൗഡാണ് മുസ്ലിംസിന് മാത്രം. ഇപ്പം നമുക്ക് പുരുഷന് 4 വരെ കല്യാണം കഴിക്കാം. ഇപ്പോൾ 2025 അത് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ നാണക്കേടാ ശരിക്കും പറഞ്ഞ്. അപ്പം പെൺകുട്ടികൾ തീരുമാനിക്കുകയാണ്, ഞാൻ കാശ് കൊടുത്ത് ഭർത്താവിനെ വാങ്ങില്ല. പാരൻസും ഇത് വലിയ ഗമയായിട്ട് വരും. മാട്രിമോണിയൽ സൈറ്റ് നോക്കുകയാണെങ്കിൽ ഫുൾ ഫിനാൻഷ്യൽ അസറ്റ് ഒക്കെ ആണെങ്കിൽ ഫാമിലി ഇതെന്ന് പറയുന്നത് ഇത്ര ലക്ഷം, അങ്ങനെ എങ്ങനെയൊക്കെ പറയണം. അതൊക്കെ മാറണം, ആ ചിന്താഗതി മാറണം. ഒരു ജന്മം മൊത്തം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി വാരി അണിഞ്ഞ് നിൽക്കുന്ന പെണ്ണിനോട് എനിക്ക് പുച്ഛമാണ് തോന്നിയിട്ടുള്ളത്. ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്ന സ്ത്രീകൾ ചെയ്യുന്നത് പുരുഷൻ മാറും എന്ന് ചിന്തിക്കുന്നതാണ്. നല്ലൊരു പുരുഷനാണെങ്കിൽ ഒരിക്കലും സ്ത്രീയെ തല്ലുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ആ കാതൽ ഫിലിം ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ആഘോഷിക്കുമ്പോൾ ഞാൻ വിചാരിക്കും അത് അപ്പോൾ തന്നെ എനിക്കൊരു 4-5 കേസ് ആ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡോക്ടേഴ്സിൻ്റെ കേസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് 2 കുട്ടികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ടൈമിൽ ഓവുലേഷൻ ടൈം പീരീഡ് നോക്കിയിട്ട് എന്തൊക്കെയോ മരുന്ന് കഴിച്ചതിന് ശേഷം എന്തോ ചെയ്ത കുട്ടികളുണ്ടായതാണ്. ടുഗദർനെസ് 5 years ടുഗദർനെസ് അതൊന്നും അല്ല. നിങ്ങൾ പറഞ്ഞ യൂറോപ്പിൽ കാണുന്ന ടൂറൊന്നും അല്ല. അതിനുള്ളിലൊരു സാധനമുണ്ട്, ഈറി പുകഞ്ഞ് അത് കുഞ്ഞുങ്ങളെയും ബാധിച്ച് അങ്ങനെ ഇരിക്കുന്നത് ഞാൻ അനുവദിക്കില്ല. ഈ ഒരു ത്രൈവ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ LLB പ്ലസ് ഒരു ഡാർക്ക് പീരീഡ് ഓഫ് ലൈഫ് 6 years മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഭയങ്കര ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ. അപ്പോൾ എൻ്റെത് ലവ് മാരേജ് ആയിരുന്നു. അത് പക്ഷേ പുള്ളിക്കാരന് ഭയങ്കര പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. ഞാൻ സിക്കായി, ഞാൻ 9 വർഷം മരുന്ന് കഴിക്കേണ്ടി വന്നു, പാരലൈസ്ഡ് ആയിട്ട് കിടക്കേണ്ടി വന്നു. പിന്നെ അവിടെ നിന്നിട്ടാണ് പതിയെ വന്നിട്ട് എനിക്ക് വേറൊരു കേസും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇതും ഭയങ്കര പാഷനായി. എസ്മേറ ബ്യൂട്ടി കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്ന പിങ്കിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഒരു ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ലൈഫിൽ ഒരു മെയിൻ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്ത ഒരാളായിരിക്കും. ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ കുറച്ചൊക്കെ ഒരു അവയർനെസ്സും കാര്യങ്ങളും കൊണ്ടുവരാനും കൂടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഗ്യാദർ ചെയ്തിരിക്കുന്നത്. സോ ഐ എം ഹാപ്പി ടു എന്താ പറയുക, വെൽക്കം ഷൈല റാണി അഡ്വക്കേറ്റ്. ഹായ്. താങ്ക് യു. ഹായ് മാം, ഹൗ ആർ യു? ഹായ്, ഫൈൻ. ആണല്ലേ, ഓക്കെ. ഇപ്പം ഒരു ഡിവോഴ്സ് അഡ്വക്കേറ്റാണ്, ഡിവോഴ്സ് വക്കീലാണ് എന്ന് പൊതുവെ ഇപ്പം നമ്മളെല്ലാവരോടും ഡിവോഴ്സ് വക്കീലാണ്, ഞാൻ ഡിവോഴ്സാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരുടെ മുഖം ഒന്നിങ്ങനെ എന്നുള്ളൊരു ഫേസിലേക്കായിരിക്കും ചിലപ്പോൾ ആദ്യം പോകുന്നുണ്ടാവുക. പക്ഷെ എനിക്ക് ആദ്യം അറിയേണ്ടത് എത്ര കേസുകൾ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? അയ്യോ, ഞാൻ എണ്ണീട്ടില്ല. ഞാൻ ഇതുവരെ നോക്കി 26 വർഷമായി ഈ പ്രൊഫഷനിൽ വന്നിട്ട്. 99 ഞാൻ എൻറോൾ ചെയ്തതാണ്. അപ്പം എനിക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ 100-ൽ കൂടുതൽ കേസ് കേരളത്തിന് മുഴുവൻ ഉണ്ടാവും. പക്ഷേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. ഇല്ല. ഇപ്പോൾ നമ്മളൊരു ഡിവോഴ്സ് ലോയർ ആവുമ്പം പൊതുവേ ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ആൾക്കാരുടെ മുഖത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുഖച്ചുളിവ് ഉണ്ടാവും. ഇപ്പം നമ്മളൊരു കല്യാണ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദറോ അങ്ങനെയൊക്കെ വരുമ്പം എന്താണ് പൊതു സമൂഹത്തിൻ്റെ ഒക്കെ ഒരു കാഴ്ചപ്പാട്, ഇടപെടലുകളൊക്കെ എങ്ങനെയാണ് ശരിക്കും? ഓണസ്റ്റ്ലി സേയിങ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. എനിക്ക് നല്ലൊരു റെസ്പെക്റ്റാണ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പ്രൊഫഷനല്ലേ. കല്യാണ വീടുകളിൽ പോകുമ്പോഴും അവരുടെ മനോഭാവത്തിനേക്കാൾ എൻ്റെ മനോഭാവമാണ് മാറാറ്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതുവരെ എത്രത്തോളം പോവും? നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഡ്ഡിങ് ഗൗണൊക്കെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് മനീഷ് മൽഹോത്രയുടെ അടുത്തൊക്കെ പോയി മറ്റേ ബോളിവുഡൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഡിസൈൻ ചെയ്ത് വന്ന കല്യാണങ്ങൾ വരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. G-Wagon ഉണ്ടല്ലോ, മെഴ്സിഡസിൻ്റെ, അത് ഗിഫ്റ്റ് കൊടുത്തിട്ട് ചെക്കനും ഗിഫ്റ്റ് കൊടുത്ത് നടത്തിയ കല്യാണം. പിന്നെ അവസാനം ഞാൻ ബെൻസ് എടുക്കാൻ വേണ്ടിയിട്ട് കോടതി കയറേണ്ടി വരും. അപ്പോൾ ഈ ആഡംബരം കാണുമ്പോൾ എനിക്ക്
എന്തിനാ ഇതൊക്കെയാണോ ശരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ? അവർ തമ്മിലുള്ളൊരു ഇമോഷണൽ കണക്ഷനും ഒരു ബോണ്ടല്ലേ നല്ലത്? ഇതിൻ്റെ പിറകിൽ ഇനി പിറകെ കോടതി വരും അങ്ങനത്തത് എൻ്റെ പ്രാക്ടീസിലെന്ന് എനിക്ക് തോന്നാറുണ്ട്. അല്ലാതെ അവിടെ നിന്ന് എനിക്ക് റെസ്പെക്റ്റ് മാത്രമേ കിട്ടാറുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ കുട്ടിയുടെ അടുത്താണെങ്കിലും പറയണമെന്ന് വെച്ചാൽ ഈവൻ 10 പേരാണെങ്കിലും നീ നല്ലതായിരിക്കണം എന്ന് ബ്ലസ് ചെയ്യാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർ, അല്ലാതെ അപ്പുറത്ത് കണ്ട എല്ലാവരെയും വിളിച്ച് ഫുഡും കൊടുത്ത് അവർ ചീത്ത പറഞ്ഞിട്ട് അവരെ സൂചിപ്പിച്ച് വിടേണ്ട കാര്യമില്ല. 10 പേരാണെങ്കിൽ 10 പേര് നീ നന്നായിരിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവർ മതി എന്ന് ഞാൻ പറയാറുണ്ട്. ചോദിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, അത് മാമിന് പറയാൻ പറ്റിയും പറഞ്ഞാൽ മതി. ഇത്രയും ബന്ധങ്ങളെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ചിലപ്പോൾ അത് ശരിയാക്കാനും അല്ലെങ്കിൽ വേർപിരിയണതാണെങ്കിൽ വേർപിരിക്കാനും ഈ ഒരു ത്രൈവ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഡിവോഴ്സ് കേസുകൾ, ഫാമിലി കേസുകൾ, അതെൻ്റെ ജീവിതത്തിൽ നിന്ന് വന്നതാണ്. ഇപ്പം ഞാൻ പറയാറുള്ളത് പോലെ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ LLB പ്ലസ് ഒരു ഡാർക്ക് പീരീഡ് ഓഫ് ലൈഫ് 6 years മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാണ്, ഭയങ്കര ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ. അപ്പം ഞാൻ വിചാരിക്കണേന്ന് വെച്ചാൽ നമുക്ക് പുറത്തുള്ള പ്രശ്നങ്ങൾ പിന്നെയും നമുക്ക് പരിഹരിക്കാം, വീട്ടിനകത്ത് സമാധാനവും സന്തോഷവും റൈറ്റ് പാർട്ട്ണർ ഉണ്ട് എങ്കിൽ. പക്ഷേ ഇതിനകത്തും കൂടെ പോകുമ്പോഴേക്കും നമ്മുടെ ബാലൻസ് തെറ്റും, നമ്മുടെ മാനസിക നില തെറ്റിപ്പോവും. എന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടറും ബിഹേവിയർ മാറും, നമ്മുടെ കണ്ണിന് താഴെ വന്ന് കവള് പൊട്ടി സംസാരിക്കില്ല, ഇതെന്താ ഇതിങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലോ എന്ത് പറ്റി നിനക്ക് എന്ന് ചോദിക്കുന്ന പോലെ. ഇപ്പം പഴയ ആ ചാമിങ് ഒക്കെ പോയിട്ട് നമ്മൾ വേറൊരു ലെവലിലോട്ട് മാറും. അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തുള്ളവർക്കത് മനസ്സിലാവത്തില്ല, ഇതിനുള്ളിൽ എന്താ നടക്കുന്നത്. പുറത്ത് നോക്കുമ്പോഴേക്കും നമ്മൾ കാണുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഗെറ്റ് ടുഗദർ അതായത് എന്താ പറയുമല്ലോ, എന്നിട്ട് ഇത്ര എന്തോ ഒരു ഈ ആനിവേഴ്സറിക്ക് സ്ഥിരം ഒരു കോട്ടുണ്ടല്ലോ, ഞാനത് ഇടാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല, ടുഗദർനെസ് 5 years ടുഗദർനെസ് അങ്ങനെയൊക്കെ വന്നിട്ട് അങ്ങനത്തെ കോട്ടൊക്കെ ഇടുക. അതൊന്നും അല്ല, നിങ്ങൾ പറഞ്ഞ യൂറോപ്പിൽ കാണുന്ന ടൂറൊന്നും അല്ല, അതിനുള്ളിലൊരു സാധനമുണ്ട്. അപ്പോൾ അത് അവിടെ വന്നിട്ട് നീറി പുകഞ്ഞ് അത് കുഞ്ഞുങ്ങളെയും ബാധിച്ച് അങ്ങനെ ഇരിക്കുന്നത് ഞാൻ അനുവദിക്കില്ല. അങ്ങനെ എനിക്ക് പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഫർ ചെയ്തു. അന്നത്തെ സിറ്റുവേഷൻ വേറെയായിരുന്നു. അന്ന് നമ്മൾ ഭയന്നിരുന്നു എന്ന് വെച്ചാൽ സൊസൈറ്റിയെ പേടിച്ചിരുന്നു, കുഞ്ഞിനെ പേടിച്ചിരുന്നു. എല്ലാവരും പറയുള്ളൂ കുഞ്ഞിന് അപ്പം വേണ്ടേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. പക്ഷെ അപ്പനായിട്ട് അച്ഛനായിട്ട് നിൽക്കണമെങ്കിൽ മതി അച്ഛൻ, അല്ലെങ്കിൽ അച്ഛന് എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ. പിന്നെ അതേപോലെ എൻ്റെത് ലവ് മാരേജ് ആയിരുന്നു, തനിയെ കണ്ടുപിടിച്ചല്ലേ അച്ഛൻ അനുഭവിച്ചോ എന്നുള്ള രീതിയിൽ. ഇഷ്ടപ്പെട്ട ലവ് മാരേജ് ഞാൻ 2.5 വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. അന്നെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ അത്രയ്ക്ക് മൊബൈൽ പോലും ഇല്ലാത്ത കാലത്ത്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് അറിയാൻ പറ്റില്ല. അതാണ് ഞാൻ നിങ്ങൾ അറിയൂ മനസ്സിലാക്കൂ അതിനുശേഷം കല്യാണം കഴിക്കൂ. പ്രണയിച്ചു പോയി അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ റിലേഷൻ ആയി എന്ന് പറഞ്ഞ് നിങ്ങൾ കല്യാണത്തിലേക്ക് പോകാതിരിക്കും. അന്നൊക്കെ പ്രണയം ഭയങ്കര മനോഹരമാണെന്നൊക്കെ കരുതിയിരുന്ന കാലമാണ്. അപ്പോൾ അത് അയാളെ തന്നെ കല്യാണം കഴിക്കുന്നത്, ഫസ്റ്റ് ലവ് ആയിരുന്നു, അയാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. അത് ഒപ്പം പഠിച്ച ആളാണോ? അല്ലല്ലല്ല. അത് പക്ഷേ പുള്ളിക്കാരന് ഭയങ്കര പേഴ്സണാലിറ്റി ഡിസോർഡറൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് കണ്ട ആളും ബിഫോർ മാരേജ് കണ്ട ആളും ഭയങ്കര അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോഴേക്കും കാണുന്ന ആ മാസ്ക് ഇല്ലാത്ത ഫേസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എന്നെ ബാധിച്ചു. പിന്നെ ഞാൻ സിക്കായി, ഞാൻ 9 വർഷം മരുന്ന് കഴിക്കേണ്ടി വന്നു, പാരലൈസ്ഡായിട്ട് കിടക്കേണ്ടി വന്നു. ഞാൻ ഡിപ്രഷനിലേക്ക് പോയി. ഹെവി ഡിപ്രഷനിൽ വരുമ്പോഴേക്കും നമ്മൾ ഫിസിക്കലി നമ്മൾ വീക്കാണ്. അപ്പം ഞാൻ എൻ്റെ കാല് തളർന്നിട്ട് ഞാൻ പാരലൈസ്ഡ് ആയിപ്പോയി. പിന്നെ അവിടെ നിന്നിട്ടാണ് പതിയെ വന്നിട്ട് എനിക്ക് വേറൊരു കേസും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഇത് ഭയങ്കര പാഷനായി, ഫാമിലി കേസസ്. അങ്ങനെയായിരുന്നു തിരിച്ചൊരു വരവ് വന്നത് ഇതിലേക്ക്. ചിലപ്പോൾ നമുക്ക് ലൈഫിൽ ഇതേപോലത്തെ ഒരു ഡൗൺഫോൾ ആയിരിക്കും നമുക്ക് ഇത്രയും വലിയൊരു റേസിലേക്ക് മാറാനുള്ള ഒരു. അതെ, ഞാനിപ്പോൾ അയാളുടെ അദ്ദേഹത്തിൻ്റെ അടുത്താണെങ്കിലും എന്നെ ഇത്രയും മാറ്റിയതിൽ കോണ്ടാക്ട് ഒക്കെ ചെയ്യാറുണ്ട്. ഇല്ല ഞങ്ങൾ 2 മാത്രമുള്ള ഒരു ലൈഫ്. ഒരുവിധം ഡിവോഴ്സുകൾക്ക് കാരണക്കാരൻ എന്താണ്? അല്ലെങ്കിൽ കാരണം ഒരു മെന്നാണോ വിമനാണോ അങ്ങനത്തെ അത് സിറ്റുവേഷൻ ആണോ? ഒരിക്കലും നമുക്കൊരു കോമൺ ഫാക്ടർ അങ്ങനെ പറയാൻ പറ്റില്ല പൂജ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും, വ്യക്തികൾ വ്യത്യാസം ഉണ്ടല്ലോ, അതേപോലെ തന്നെ ആയിരിക്കും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും. അല്ലെങ്കിൽ ചിലപ്പോൾ ആസ് എ പേഴ്സൺ നോക്കുകയാണെങ്കിൽ ആ സ്ത്രീ നല്ലതായിരിക്കും, പുരുഷനും നല്ലതായിരിക്കും, പക്ഷെ അവർ ഒരുമിച്ച് നിന്ന് പോകുന്ന സമയത്ത് അവർക്ക് ഒരുമിച്ച് പോകാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അത് കാരണം സ്ത്രീയാണോ പ്രശ്നക്കാരി അല്ലെങ്കിൽ പുരുഷനാണോ പ്രശ്നക്കാരി, സിറ്റുവേഷൻ ആണോ എന്നില്ല, ചിലപ്പോൾ ഇത് 3ഉം ആവാം.
ഡിപ്പെൻസ് ആണ്. നമുക്കൊരിക്കലും ഒരു കോമൺ ഫാക്ടർ പറയാൻ പറ്റില്ല. ഇപ്പോൾ കുറേ ഫാക്ടർ പറയുകയാണെങ്കിൽ ഇതാ പറയുക, മെയിൽ ഈഗോ വരുന്നതൊരു ഇഷ്യൂ ഉണ്ടാവാം, അല്ലെങ്കിൽ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ്, കഞ്ചാവ്, കള്ള്, അടി, ഡൊമസ്റ്റിക് വയലൻസ്, ഇതൊക്കെ പല പല ഇഷ്യൂസ്, വീട്ടുകാരുടെ ഇൻ്റർഫിയറൻസ്, ഇങ്ങനെ ഇഷ്യൂസ് പലതുമാവും. ഒരു കോമൺ ഫാക്ടർ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കൗൺസിലിങ്ങിലൂടെ ശരിയാവുന്ന ചില ബന്ധങ്ങളുണ്ടാവും. ചില ആൾക്കാർ ഇല്ല എന്നാൽ പോലും അത് വർക്കൗട്ട് ആവില്ല എന്നുള്ളതും ഉണ്ടാവും. അപ്പോൾ ആസ് എ ഡിവോഴ്സ് അഡ്വക്കേറ്റ്, ഇപ്പോൾ ഒരു കൗൺസിലിങ്ങിലൂടെ തീരാനാണെങ്കിൽ അങ്ങനെ അതൊരു കേസിലോട്ട് കൊണ്ടുപോകാനുള്ളൊരു ത്രൈവ് ഉണ്ടാവാറുണ്ടോ? നമ്മുടെ ഒരു ജോലി അങ്ങനെയാണല്ലോ. ഒരിക്കലും ഇല്ല. ഞാൻ എൻ്റെ ഫേമിൽ കൗൺസിലേഴ്സിനെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ചിലപ്പോൾ അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലല്ലേ നമ്മൾ കാണുള്ളൂ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത് പ്രശ്നമില്ല, നമുക്ക് പരിഹരിക്കാം എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് റെഫർ ചെയ്തിട്ട് അവർ എഫേർട്ടും കൂടെ നോക്കും. അപ്പോൾ എനിക്കൊരു റിഗ്രറ്റ് ഉണ്ടാവില്ലല്ലോ. അത് കാരണം ഞാൻ സൈക്കോളജിസ്റ്റിന് എൻ്റെ ഫേമിൽ വച്ചിട്ടുണ്ട്. അവരും കൂടെ പറയുകയാണ് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആപത്താവും. ഡിവോഴ്സ് എപ്പോഴും വരണേന്ന് വെച്ചാൽ അൺഹാപ്പി മാരേജിലോ അല്ലെങ്കിൽ അങ്ങനെയല്ല വരുന്നത്, ഒരു അപകടം വരെയാണ്, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ തകർത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ഈ ശരീരത്തിലൊരു ക്യാൻസർ പിടിച്ച ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യില്ലേ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടി. അതേപോലെ നമ്മുടെ ലൈഫിൽ അയാൾ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൾ കൂടെ ഉണ്ടെങ്കിൽ മറ്റയാൾ എല്ലാ രീതിയിലും, കരിയർ വൈസ്, ഫിസിക്കലി, ഇമോഷണലി, ഹെൽത്ത് വൈസ്, എല്ലാ രീതിയിലും അവൾ തകർന്നു, ഫിനാൻഷ്യലി അവളോ അവനോ തകർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് മുന്നോട്ട് പോയാൽ ശരിയാവില്ല, കുട്ടികളെയും ബാധിക്കും, അവരെയും സെൽഫായിട്ടും ബാധിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ അഡ്വൈസ് ചെയ്യും അത് ഒരുമിച്ച് പോകാൻ പറ്റില്ല എന്ന്. പിന്നെ ഡിസിഷൻ എടുക്കേണ്ടത് അവരാണ്. സജഷൻസ്, അഡ്വൈസൊക്കെ നോക്കാം, പക്ഷേ എൻ്റെ എൻഡെന്ന് പറയുന്നത്, ഡിസിഷൻ എന്ന് പറയുന്നത് അവർ തന്നെ എടുക്കണം. അവർക്ക് മാത്രമേ അവരുടെ ജീവിതം അറിയുള്ളൂ, അവരനുഭവിക്കുന്ന വേദന അറിയുള്ളൂ, അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് അറിയുള്ളൂ. ഒരു ഡിസിഷൻ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറയാണ് മാം ഡൺ ഇനഫ് മതി എനിക്കെന്ന് പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ അവരുടെ കൂടെ നിൽക്കും. ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുമ്പം ഒരുപാട് പേര് സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ത്രീകൾ കോമ്പൻസേഷൻ വാങ്ങുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരുപാട് ആക്ട്രസ്സുകൾ കാര്യങ്ങൾ ഇത്ര കോടി രൂപ വാങ്ങി. അപ്പം പൊതുവേ പറയുന്ന ആണുങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കാൻ പറ്റില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു സ്വത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഇവർ ഇത് ഡിവോഴ്സ് ചെയ്യുന്നത്. ശരിക്കും ഈ നിയമം എങ്ങനെയാണ് പോകുന്നത്? അറിവില്ലായ്മയാണ് പബ്ലിക്കിൻ്റെ. ഒന്നെന്ന് പറയുന്നത് എല്ലാവരും നോക്കുന്നത് ഈ ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ ബോളിവുഡിൻ്റെ അവരുടെ ഒരു സെറ്റിൽമെൻറ്റിനൊക്കെ നോക്കുമ്പോൾ വിചാരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ്സാണ്, അല്ലെങ്കിൽ സ്ത്രീക്ക് ഒരു ലംസം എമൗണ്ട് കൊടുത്തിട്ട് മാത്രമേ ഡിവോഴ്സ് പറ്റുള്ളൂ എന്ന്. ശരിക്കും ഈ ബോളിവുഡ് സ്റ്റാർസ് ആണെങ്കിൽ അവരാണെങ്കിൽ ഒരു ട്രയൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു സെറ്റിൽമെൻറ്റ് തയ്യാറാണ്. പക്ഷേ അവർ ഞാൻ ട്രയൽ നടത്തിക്കോളാം എന്ന് പറയുകയാണെങ്കിൽ കോടതി നോക്കുന്നത് എന്താ, നിങ്ങൾ പറയുന്ന എലിമണിയാണ്, മെയിൻ്റനൻസിനെയൊക്കെയാണ് ഇവർ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് ആയിട്ട് പറയുന്നത്. എലിമണി കൊടുക്കാനാണ് എങ്കിൽ സ്ത്രീക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടോ, അല്ലെങ്കിൽ അവളുടെ എക്സ്പെൻസ് എത്രയാണ്, പുരുഷൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും എലിമണി കൊടുക്കണം. അല്ലാതെ നമ്മളിപ്പം മൊത്തം കാണുന്നത് പോലെ ഒരു സ്ത്രീ ചുമ്മാ കല്യാണം കഴിക്കുന്നു, അവൾക്ക് എല്ലാ രീതിയിലുണ്ട്. ഈ ഇടയ്ക്ക് ഒരു സുപ്രീം കോടതിയിൽ ഒരെണ്ണം വന്നത് 3 lakh rupees മെയിൻ്റനൻസ് ചോദിച്ചു. കോടതി അത്രയ്ക്ക് ഷൗട്ട് ചെയ്തു. ചോദിച്ചാൽ 3 ലക്ഷം രൂപയ്ക്ക് ഒരു സ്ത്രീയുടെ ചിലവ് പറയാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് തരണമെന്നുണ്ട്. പക്ഷേ എഡ്യൂക്കേഷണലിൻ്റെ സ്ത്രീ ആണെങ്കിൽ നമ്മൾ ഒരു കോടതിയിൽ നിന്നും 5 പൈസ കിട്ടാൻ പോണില്ല. മനസ്സിലാവും. അവൾ എന്തെങ്കിലും കല്യാണ സമയത്ത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിക്കവറി ഇട്ട് നമുക്ക് മേടിക്കാം. അതല്ലാതെ സ്ത്രീകൾ വിചാരിക്കണ പോലെ അത് വളരെ തെറ്റി തന്നെ. അതേപോലെ പുരുഷനും വിചാരിക്കുകയാണ് ഈ ഒഴിവാക്കുവാണെങ്കിൽ ഡിവോഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അവൾക്കൊരു വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്തിട്ടുള്ള കേസുകൾ നമ്മൾ ഈ ഇടയ്ക്ക് കേട്ട്. അതൊക്കെ അറിവില്ലായ്മയാണ്. ചിലപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യും, എനിക്ക് ഇത്ര കാശ് വേണം, എൻ്റെ കല്യാണം നടത്തിന് ഇത്രയാണെന്നൊക്കെ ഡിമാൻഡ് ചെയ്യും. പക്ഷേ അത് കോടതി ഒരു തീരുമാനം എടുക്കേണ്ടേ, യുക്തിപരമായിട്ട് നോക്കുള്ളൂ. അല്ലാതെ ഒരു സ്ത്രീകൾക്ക് സപ്പോർട്ടാണ് ഇല്ല എന്ന് പറയുന്നില്ല. കോടതിയാണെങ്കിൽ ലോസൊക്കെ സപ്പോർട്ടാണ്. പക്ഷെ അത് ഡിസേർവ് ചെയ്യുന്നവരാണോ, ഡെഫിനറ്റായിട്ട് കോടതി ഒരു സൈഡ് മാത്രം കേട്ടിട്ടല്ല തീരുമാനം എടുക്കുന്നത്. വാദിഭാഗവും എതിർഭാഗവും കോടതി 3 പേരും കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു ഡിസിഷനിൽ ഒരു വിധി എത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മളിപ്പം ഞാനൊരു സ്ത്രീക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും വേണമെന്നൊന്ന് ചെയ്യുന്നു, എതിർഭാഗം ഒരാളുണ്ടാവില്ലേ, അവർ ഡിഫെൻഡ് ചെയ്യില്ലേ, ഇവർക്ക് ഇത്രയും വരുത്തമുണ്ട് എന്നിട്ടില്ലെങ്കിൽ ഇത്രയും വരുമാനമുണ്ട് എന്നിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും, എൻ്റെ കക്ഷിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻസ് ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ലൈബിലിറ്റി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ കോടതി നോക്കിയിട്ട് അനുവദിക്കുകയുള്ളൂ. അതെല്ലാം തെറ്റിദ്ധാരണയാണ് സമൂഹത്തിൻ്റെ. ഇതുവരെ വലിയ ബിസിനസ് അല്ല മാരേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതേ തരത്തിൽ സ്ത്രീകൾക്കുള്ള ഒരു കാര്യം നേരെ തിരിച്ച് പുരുഷന്മാർക്ക് അങ്ങനെ എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുന്ന വല്ല കാര്യങ്ങളോ? റെയറാണ്, വളരെ റെയറാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഹിന്ദു മാരേജിൽ ആക്ടിൽ മാത്രം പറയുന്നുണ്ട് പുരുഷന് മെയിൻ്റനൻസ് ചോദിക്കുക. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ
ക്യാപ്പബിൾ ജോലി ചെയ്യാൻ കഴിയാതെ ഇപ്പം ഒരു ആക്സിഡൻറ്റ് പറ്റി പാരലൈസ്ഡ് ആയിട്ട് പോയി ഭാര്യയ്ക്ക് ജോലിയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഭാര്യയിൽ നിന്ന് അവന് കോമ്പൻസേഷൻ ചോദിക്കുക. അത് ഹിന്ദു മാരേജ് ആക്ട്. ഇന്ത്യയിലെ നിയമങ്ങളെല്ലാം റിലീജിയസ് ബേസ്ഡ് ആണ്, മനസ്സിലായല്ലോ. ഏകീകൃത സിവിൽ കോഡ് വരണ വരെ ചിലപ്പോൾ ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ ഹിന്ദുസിന് ഒരു നിയമം, ക്രിസ്ത്യൻസിന് ഒരു നിയമം, മുസ്ലിംസിന് വേറെ നിയമം, അങ്ങനെയാണ്. പിന്നെ അതിലൊന്നും ചേരാത്താണ് സ്പെഷ്യൽ മാരേജ് ആക്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഹിന്ദുസിന് മാത്രം അങ്ങനെ ഒരു നിയമമുണ്ട്, പുരുഷന് ചോദിക്കാം. അതെ. ഇപ്പോൾ ഇതേപോലെ ഹിന്ദുസിൻ്റെ ഒരു മാരേജ് ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മുസ്ലിം മാരേജിൽ വരുമ്പോൾ എന്താ പറയുക, 2 മാരേജ് ഒക്കെ ഇപ്പോഴും അത് അലൗഡാണ്. പോളിഗമി അലൗഡാണ് മുസ്ലിംസിന് മാത്രം. സർട്ടൺ കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് പുരുഷന് 4 വരെ കല്യാണം കഴിക്കാം, സ്ത്രീക്ക് അനുവദനീയമല്ല. അപ്പോൾ അതിന് ഫസ്റ്റ് വൈഫിൻ്റെ കൺസെൻറ്റ് ഉണ്ട് എങ്കിൽ ഡെഫിനറ്റായിട്ട് അവർക്ക് വേറെ കല്യാണം കഴിക്കാം. ഇന്നത്തെ നിയമം അവർക്ക് ഒരിക്കലും ഇന്ത്യയിൽ ബാക്കി എല്ലാ നിയമവും, അതായത് ഹിന്ദുസിനാണെങ്കിൽ ബൈഗമി പറ്റില്ല, അറ്റ് എ ടൈം ഒരു സ്പൗസേ പാടുള്ളൂ. ക്രിസ്ത്യൻസിനാണെങ്കിൽ സ്പെഷ്യൽ മാരേജ്. പക്ഷെ മുസ്ലിംസിന് മാത്രം ഇസ്ലാം നിയമം അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റ കാര്യം മാത്രമാണോ അതിലുള്ളൊരു ഇതൊരു റൂളായിട്ട് വെച്ചിരിക്കുന്നത്? അതായത് ഫസ്റ്റ് വൈഫ് ഓക്കെ ആണെങ്കിൽ മാത്രം അങ്ങനെ അത്രേ ഉള്ളൂ. അല്ലാതെ വന്നിട്ട് ഇപ്പം ഫസ്റ്റ് വൈഫ് ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ അവൾക്ക് മെയിൻ്റനൻസ് എന്തായാലും കൊടുക്കണം. അപ് ടു ഡെത്ത് വരെ അവൾക്ക് മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളും കൊടുക്കുകയാണ്. ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിലും കുറച്ച് ഇസ്ലാമിൻ്റെ കോടതി പോലും പോകണ്ടെന്നാണ് പറയണത്. ഇസ്ലാം നിയമമാണെങ്കിൽ എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സും അനുവദിച്ചിട്ടുണ്ട്. അതായത് ജുഡീഷ്യൽ ഡിവോഴ്സ് എന്ന് വെച്ചാൽ കോടതി വഴി വരുന്നത്. എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് ഔട്ട് ഓഫ് കോർട്ട് തന്നെ ചെയ്യുക. അതിനൊരു സെപ്പറേറ്റ് ലോ ആണ് മുസ്ലിംസിൻ്റെ വന്നിട്ട്. ഇപ്പം വേറെ ഇപ്പം എൻ്റെ കൺസെൻറ്റ് ഇല്ല, ഞാൻ മുസ്ലിം ആണെന്ന് വെച്ചു, ആദ്യത്തെ ഭാര്യയാണെന്ന് വെച്ചു, എൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ എൻ്റെ ഭർത്താവ് പോയി 2ാമത് കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്ക് അതിന് വലിയൊരു കേസായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അതേസമയം ഒരു ഹിന്ദു ഒരു സ്ത്രീയാണ്, എൻ്റെ ഭർത്താവ് എന്നെ ഡിവോഴ്സ് ചെയ്യാതെ വേറൊരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ഒഫൻസാണ്, പണിഷബിളാണ്. മാം ഇപ്പോൾ ഒരുപാട് ഡിവോഴ്സ് കേസുകൾ എന്താ പറയുക അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളായ സ്ഥിതിക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരു കേസ് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മുടെ അത്രയും എനർജി ഡ്രെയിൻ ചെയ്ത ഒരു കേസ് എന്തെങ്കിലും ഉണ്ടോ? ഓൾമോസ്റ്റ് എല്ലാം ഇമോഷണലി എന്നെ അഫക്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഒരു പരിധി വരെ. പക്ഷെ ചിലതെന്ന് വെച്ചാൽ കുട്ടികൾ വയ്ക്കുന്ന കേസുകളുണ്ടല്ലോ, അതെന്നെ ഭയങ്കരമായിട്ട്, എനിക്ക് 2-3 ദിവസം ഉറക്കം പോയ കേസുകളുണ്ട്. രാത്രി കിടന്നാലും എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ സെക്ഷുവലി അസോൾട്ട് ചെയ്യുന്ന കേസുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആരെടുത്ത് പോയി പറയും. വേറെ പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാദർ സപ്പോർട്ടായിട്ട് നിൽക്കും, ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ഫാദറും കൂടെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഹെൽപ്ലെസ് ആയിട്ടുള്ള അമ്മ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ചൂടാവും. ഞാൻ പറയും, അപ്പോൾ എന്നോട് പറയും, മാഡം ഞാൻ മീഡിയ ഇപ്പോൾ അറിയിക്കും, ഞാൻ പോലീസിനെ അറിയിക്കുന്നു, കാല് പിടിക്കും, വൈകിയും അപ്പോൾ ചെയ്യരുത്, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഞാൻ വൈഫ് വീക്കായിരിക്കും, അതാണല്ലോ ഇങ്ങനെ വരണത്, അല്ലെങ്കിൽ ഇത്രയും വരത്തില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഭയങ്കര പെയിൻ വന്നിട്ട് നെഞ്ചിനകത്ത് ഭാരം തോന്നിയിട്ടുണ്ട്. ആ കുട്ടികളുടെ മുഖം കാണുമ്പോൾ, കരച്ചിൽ കാണുമ്പോൾ, അയ്യോ ഞാൻ പിന്നെ എതിർഭാഗം അവരെ വിളിച്ചിട്ട് ഞാൻ ഇപ്പം ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയും. എന്നിട്ട് ഞാനതിനെ ഡിവോഴ്സ് ചെയ്ത് സെറ്റിലാക്കി ഇവരെ ഒഴിവാക്കുക. എന്നിട്ട് ഞാൻ സ്ത്രീയുടെ അടുത്ത് പറയും, നിങ്ങൾ ഇതിൽ ഭയങ്കര ക്രൈമാണ്, കുട്ടികളെ സംബന്ധിക്കുന്നതാണ്, ഞാനിപ്പം പോലീസിനെ അറിയിക്കുമെന്ന് തന്നെ പറയും. പക്ഷേ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ സൂയിസൈഡ് ചെയ്തൊന്നു പേടിച്ചിട്ടേ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഹെൽപ്ലെസ് ആയിപ്പോവും. അതെ. പിന്നെ നമ്മുടെ കൂടെയുള്ളെല്ലാം കുട്ടികളും പെൺകുട്ടികളാണ്. ഇമോഷണൽ കോൺഷ്യൻസ് സ്ത്രീകൾക്ക് കുറച്ച് കൂടുതലാണ് പുരുഷനേക്കാൾ. അപ്പോൾ അവരെ കുറച്ചൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു ഹഗ് മതിയായിരിക്കും, കുഞ്ഞുങ്ങളെ ഒന്ന് തലോടിയാൽ മതിയായിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ കംഫർട്ട് ആക്കാൻ പറ്റും ഒരു പരിധി വരെ. അതെ. ഇപ്പോൾ ഇത്രയും കേസുകൾ സംസാരിച്ചാൽ എന്തെങ്കിലും വിയേർഡായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത ഒരു കേസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് ട്രോമയും അല്ലെങ്കിൽ ഇമോഷണൽ എന്നൊക്കെ തോന്നിയിട്ടുള്ള കേസുണ്ട്. പക്ഷേ എന്നാലും കുറച്ച് ഈ സെക്ഷുവാലിറ്റിയാണ് നമുക്ക് എപ്പോഴും ഒരു വിയേർഡ്നെസ് വരുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ, അതിലും ഭീകരമായിട്ട് നമ്മളൊരുമാതിരി ഇങ്ങനെ കണ്ണും തള്ളിയിരുന്ന് പോകുന്ന കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ പറയുക, വീട്ടിനകത്ത് ഈ അമ്മായി അപ്പൻ മരുമോളടുത്ത് ഫ്ലേർട്ട് ചെയ്തതും അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് മിക്കവാറും, അത് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടില്ല, എനിക്കിഷ്ടം പോലെ കേസ് വരുന്നു. സീരിയസ്ലി നിങ്ങൾ കേട്ടിട്ടില്ല? അയ്യോ, എനിക്ക് കൂടുതലും കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഭർത്താവിനോട് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വിയേർഡായിട്ട് വന്നത് നേരെ തിരിച്ച്, അതായത് അമ്മായി അമ്മ
മരുമകൻ്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ബിഹേവ് ചെയ്തു. മിഷന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ചെക്കനായിരുന്നു, എൻ്റെ ക്ലയൻറ്റാണ്. അവനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ലേഡിയുടെ റിലേഷൻ ഇവളിനോടുള്ള ഒരു അപ്രോച്ചും ഭയങ്കര ഇതായിട്ട് തോന്നിക്കൊണ്ടിരുന്നു. അപ്പം വിചാരിച്ചു അമ്മയല്ലേ, കുറച്ച് സ്നേഹത്തോടെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ഇവ ഇങ്ങനെ മാറിയിരുന്നു. പക്ഷേ എന്നാലും ബൗണ്ടറി കടന്ന് വരുന്ന പോലെയൊക്കെ പലപ്പോഴും ഇവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുന്നതൊക്കെ തോന്നിയിട്ട്. അപ്പോഴേക്കും ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴേ അങ്ങനെ ഉണ്ടോ വരൂ, അമ്മായി അച്ഛനല്ലേ എന്നൊക്കെ തോന്നിയതായിരിക്കും എന്നൊക്കെ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ അപ്പോൾ ആ ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഡെലിവറി കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് റൂമിൽ നടക്കുമ്പോഴേക്കും ഇവൻ വേറൊരു റൂമിലായിരുന്നു. പക്ഷെ നൈറ്റ് ആയപ്പോഴേക്കും ആ സ്ത്രീ ആ റൂമിലോട്ട് വന്നിട്ട് കുറച്ച് സെഡ്യൂസ് ചെയ്ത കഥയൊക്കെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങ് വല്ലാണ്ടായിപ്പോയി. നമ്മളെന്തുകൊണ്ട് കേട്ടിട്ടില്ല. പക്ഷെ ആ സ്ത്രീ ഈ ചെക്കൻ എന്താണെന്നറിയാം, നിവർത്തികേട് കൊണ്ട് ആ മോളോട് പറഞ്ഞു, അതായത് ഭാര്യയുടെ അടുത്ത് പറഞ്ഞു. അത് ഭയങ്കര ബ്ലാസ്റ്റായി. അവർ പറഞ്ഞു ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല, നിങ്ങൾ എന്നെ മനഃപൂർവ്വം എന്നെ അമ്മയിൽ നിന്ന് എന്നെ അകറ്റാൻ വേണ്ടിയിട്ടാണെന്ന് അത് ഡിവോഴ്സ് ആവേ. പക്ഷെ ആ സ്ത്രീക്ക് ആ പെൺകുട്ടിക്ക് ഒട്ടും അതെ. കാരണം വെച്ചാൽ അവളുടെ മുമ്പേ അമ്മ എന്ന് പറയുന്ന വേറൊരു വ്യക്തിയാണ്. മനുഷ്യർ ഭയങ്കര ഡിഫറെൻ്റ് ആണ് പൂജ. നമ്മൾ കാണുന്നവരല്ല മനുഷ്യർ. അവരുടെ ഇന്നർ സാധനം എന്താണ്. ഇപ്പം ഞാൻ കാണിക്കുന്ന ആളാണ് പൂജയ്ക്ക് കാണാൻ പറ്റുന്നത്, ശൈല എന്ന് പറയുന്ന വ്യക്തി. പക്ഷെ എൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടെങ്കിൽ അതെനിക്ക് മാത്രം അറിയാമെന്നുള്ളതും ചില വ്യക്തികൾക്ക് ചിലപ്പോൾ അറിയാമെന്നുള്ളതുമായിരിക്കും. അത് പക്ഷേ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു ഫീലായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു ഫീല്. അത് ഡിവോഴ്സിലെത്തി. കാരണം ഈ നിമിഷം വരെ ആ പെൺകുട്ടി അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അടിയായി ഭയങ്കര പ്രശ്നത്തിലോട്ട് പോയി. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മയ്ക്കെങ്കിലും അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ ഒരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ ഡിവോഴ്സ്. ഇവർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലാണ്. പക്ഷേ ഇവന് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഇവൻ പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് അവൾക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. പർപ്പസ്ഫുള്ളി അമ്മയ്ക്കെതിരെ ഇങ്ങനെ വൃത്തികെട്ട ഒരു അലിഗേഷൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട്. അതിനേക്കാളും രസം എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തെ ടീച്ചറും കൂടെയാണ്. അത്രയും ഇതൊക്കെ പുറത്തൊക്കെ അറിയുന്ന അങ്ങനത്തെ ഒരു സ്ത്രീ. പക്ഷേ ഈ ചെക്കനാണെങ്കിൽ അത് ആരോടും പറയാൻ പറ്റാതെ വീർപ്പ് മുട്ടി ബുദ്ധിമുട്ടി ഇരിക്കുകയായിരുന്നു. അവൻ വീട്ടിൽ പോലും പറയാതെയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. എന്നിട്ട് ഞാൻ എങ്ങനെയും അത് യോജിപ്പിക്കാൻ നോക്കിയിട്ടും ഒരു തരത്തിലും പറ്റിയില്ല. എന്നിട്ട് അതായത് ബ്യൂട്ടിഫുൾ ആയി പോകേണ്ട ഒരു മാരേജ് ആയിരുന്നു, പക്ഷെ അത് മനസ്സിലാക്കിയില്ല എന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് വെളിയിൽ കേൾക്കുമ്പോഴേക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു അമ്മായി അപ്പൻ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭയങ്കര പറ്റും. പക്ഷേ അച്ഛൻ കുട്ടികളെ നമ്മൾ കൊച്ചച്ഛൻ അല്ലെ രണ്ടാം അച്ഛനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിൽ. പക്ഷേ അച്ഛൻ സെക്ഷുവലി ഹരാസ് ചെയ്യുന്ന ഒരുപാട് കേസ് എനിക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഒരുമാതിരി ഇരിക്കും കേട്ടിട്ട്, എല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത. ഇതൊക്കെ ഭയങ്കര വിയേർഡായിട്ട് തോന്നിട്ട് സെക്ഷുവൽ വിയേർഡ്നെസ് ആണ് കൂടുതലും വരുന്നത്. പിന്നെ വൃത്തികേട് തോന്നുമല്ലോ, നമുക്ക് പറയാൻ തന്നെ അറപ്പ് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുത് എന്നാണ് അവൾ പൊതുവെ പറയാറ്. പക്ഷേ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടും പറയാതെ അങ്ങനെ ജെനുവിൻ അല്ലാതെ അപ്രോച്ച് ചെയ്ത കേസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പം നമുക്ക് മനസ്സിലാവും അത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ കേസ് തന്നെയല്ല. അപ്പോഴേക്കും മാഡം ഭയങ്കര ഇതാണ്, സോഫ്റ്റാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്, ഇപ്പം നമുക്ക് കുറവ്. പക്ഷെ അവരുടെ ഗ്രീഡി മൈൻഡ് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആളെ തകർക്കണം എന്നുള്ളൊരു ചിന്ത, അങ്ങനെ ഇപ്പം അവൻ ജീവിക്കണ്ട, അവൻ എന്നെ അങ്ങനെ അങ്ങനത്തെ ചിന്ത. പിന്നെ പാരൻസിന് കാശ് കൊടുക്കുന്നതിനെതിര് എന്ന് വെച്ച് കഴിഞ്ഞാലും ആ ചെക്കൻ പഠിച്ച് വളർന്ന ഒരു നിലയിലെത്തിട്ട് പാരൻസിന് പൈസ കൊടുക്കണമെങ്കിൽ ഇവൾക്ക് ഭയങ്കര പ്രശ്നം. ഇതൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, അലോ ചെയ്യുകയില്ല. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് ആദ്യം പറഞ്ഞതല്ലല്ലോ ഇങ്ങനെയൊക്കെ മാറി ചിന്തിക്കണമെന്ന് വെച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യും. ഞാനേ വക്കാലത്ത് എടുത്തോട്ട് പോകുമെന്ന് പറയും. എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇതുണ്ട്. എനിക്കെന്ന് വെച്ചാൽ നമ്മുടെ കോടതി നിൽക്കുമ്പോൾ എനിക്ക് തല പൊക്കി നിൽക്കണം എൻ്റെ കക്ഷിക്ക് വേണ്ടി. അതെന്തോ എനിക്കത് ഭയങ്കര, അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നില്ല എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് അത്രയും അങ്ങനെയുള്ളവരെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്കല്ലാതെ എല്ലാവരും പറഞ്ഞ വക്കീലന്മാരെ കള്ളം പറയുമെന്ന് എനിക്ക് പക്ഷേ എണീറ്റ് നിൽക്കുകയാണെങ്കിൽ തന്നെയും അത്രയും ഒരു കോൺഫിഡൻസ് എനിക്ക് വേണം. ഇപ്പോൾ ഒരു ഡിവോഴ്സ് കേസ് അപ്രോച്ച് ചെയ്യുമ്പോഴേ നമുക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര സമയം കഴിഞ്ഞാലേ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം പോയിട്ട് ഡിവോഴ്സൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിറ്റേ ദിവസം അപ്ലൈ ചെയ്യാം പറ്റുമോ? മ്യൂച്വലാണെങ്കിൽ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം നമുക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വൈകുന്നേരം ചെയ്യും, രാവിലെ
മ്യൂച്വലാണ് എങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്, രണ്ടുപേർക്കും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ഡിവോഴ്സ് ഫയൽ ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഓർഡർ കിട്ടുമെന്നല്ല, ഫയൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഓർഡർ കിട്ടില്ല. ഫയൽ ചെയ്യാൻ രണ്ടുപേർക്കും ഒപ്പിട്ടിട്ട് ഒരു 6 മാസത്തെ ഒരു കൂൾ പീരീഡ് കോടതി കൊടുക്കും, ഒന്ന് ആലോചിച്ചിട്ട് പോകാന്നുള്ള രീതിയിൽ. അത് കഴിയണമെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ടുപേരും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഡിവോഴ്സ് കിട്ടും. കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് ഒരു ഫൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 1 year ഒക്കെ എടുത്തതിന് ശേഷം ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ആണെങ്കിൽ നമുക്ക് പിറ്റേന്ന് ഫൈറ്റ് ചെയ്യും. ഓക്കെ. നൾ ആൻഡ് വോയിഡ് ഒക്കെ ആണെങ്കിൽ 1 year വേണ്ട. ഇങ്ങനെ 2 രീതിയുണ്ട്. ഡിവോഴ്സ് എന്ന് പറയുന്നത് ബന്ധം വേർപെടുത്തുന്നില്ല. ചില മാരേജ് അസ്വാദുവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെൻറ്റ് മേടിച്ചത് ഫോഴ്സ്ഫുള്ളി കൺസെൻറ്റ് മേടിച്ചു, അല്ലെങ്കിൽ അൺസോൺ മൈൻഡാണ് പാർട്ട്ണർ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഡിവോഴ്സ് അല്ല അസാധുവാക്കുക. അതൊക്കെ 1 വർഷമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പൊതുവെ ഡിവോഴ്സിന് ഏറ്റവും കൂടുതൽ കാരണക്കാർ ഇപ്പം പുരുഷന്മാരാണ് എന്നൊരു ഞാൻ പറയുകയാണെങ്കിൽ ശരിയാണ് തെറ്റാണ്? ഒരിക്കലും അല്ല. രണ്ടും പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പം വന്നിട്ട് കൂടുതലും ഹർജി ഫയൽ ചെയ്യണത് നോക്കുകയാണെങ്കിൽ ചിലപ്പം സ്ത്രീകളായിരിക്കും. അതായത് നമ്മളിപ്പം കോടതിയിൽ നോക്കുകയാണെങ്കിൽ പെറ്റീഷണർ എന്ന് പറഞ്ഞ് വരുന്നത് കൂടുതലും ചിലപ്പോൾ സ്ത്രീകളായിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത്, അതായത് ഞാൻ പറയുന്നത് ഇപ്പോഴാണ്, എൻ്റെ കാലത്തൊന്നും അല്ല. എൻ്റെ കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മോഹൻലാൽ മറ്റേ കാല് മടക്കി എടുത്ത് ഒഴിക്കുമ്പോൾ എന്ന് പറഞ്ഞില്ല, അന്നൊക്കെ കേട്ട് പുളകം കൊണ്ടിരുന്ന ആള്. അന്നൊക്കെ നമ്മൾ വിചാരിച്ചു അതാണ് പുരുഷനെന്ന്. പക്ഷേ ഇന്നത്തെ പെൺപിള്ളേർ അതല്ല പുരുഷനെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുരുഷനൊരു പ്രോബ്ലമായിട്ട് എനിക്ക് അങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനില്ല. ഒരു കാലത്തുണ്ടായിരുന്നു തോന്നുന്നു, ഒരു 25 ബാക്ക് എൻ്റെയൊക്കെ കാലത്ത്. എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് ആസ് എ വിമൻ, ഒരു അഡ്വക്കേറ്റ്, ഒരു പ്രൊഫഷണലി അല്ലെങ്കിൽ പേഴ്സണലി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഇപ്പോഴത്തെ പെൺപിള്ളേർ ഒരുപാട് മാറ്റമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ മോളെ കാണുമ്പോൾ അറിയാം. ഈ സെക്ഷുവാലിറ്റി തന്നെ ഞാൻ പല പ്രാവശ്യവും നമുക്കറിയത്തില്ല. ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അത് നോക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ ഒരു പെൺകുട്ടി വരുവാണ്. അപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അവൾ എന്നോട് വന്ന് പറയുക, മാം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അയാൾ സെക്ഷുവലാണെന്ന്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ സെക്ഷൽ എന്ന് പറയുന്നത്. ഇതിലൊരു 2 years ബാക്ക് നടന്ന സംഭവമാണ്. അപ്പോൾ സെക്ഷൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു സെക്ഷലോ അതെന്താ? അപ്പോൾ ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാം അത് സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇല്ല, പിന്നീടാണ് അയാൾ പറഞ്ഞത്, അയാളെ നിർബന്ധിച്ച് വീട്ടുകാർ ചെയ്തതാണ്, ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നത്. ആക്ച്വലി അയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു, പിന്നെ അത് കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിനെ ഡിവോഴ്സ്. പക്ഷേ എനിക്ക് സെക്ഷൽ എന്താ സാധനം ഒന്നും എനിക്കിങ്ങനെ കിടന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുക, അതായത് എൻ്റെ പ്രായത്തിലുള്ള ഒരെണ്ണത്തിന് അറിയണേ സെക്ഷൽ അതെന്ത് സാധനമെന്ന്. അവസാനം ഞാൻ വീട്ടിൽ വന്ന സമയത്ത് മോളോട് ചോദിക്കുമ്പോഴേക്കും അന്ന് അവൾ +2 എന്തോ ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവൾ കംപ്ലീറ്റ് പറഞ്ഞു തന്നു, ഇതാണ് സെക്ഷൽ, അതാണ് മറ്റത് അതെന്ന് പറഞ്ഞ്. അപ്പം നോളജ് വൈസ് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് പലതും. അവനവൻ്റെ സെക്ഷുവാലിറ്റി എന്തെങ്കിലും തിരിച്ചറിയാനുള്ള ഒരു ഇതുണ്ട്, മറ്റത് അതില്ലല്ലോ. അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിലപ്പോൾ കോമ്പൻസേഷനും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സില്ലി ആയിട്ട് ഞാൻ ഒരു സ്ഥലത്ത് നിന്നോ വായിച്ചിട്ടുണ്ട്, ഒരു ടോസ്റ്ററിൻ്റെ പേരിൽ തല്ലുകൂടിയത്. ആ ടോസ്റ്റർ എനിക്ക് വേണം, നിനക്ക് തരൂല അയാൾക്ക്. അതൊരു $45 എന്തോ ഒരു ടോസ്റ്ററാണ്. അവസാനം ആ അഡ്വക്കേറ്റ് പറഞ്ഞു ഞാൻ മേടിച്ച് തരാം. അപ്പോൾ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ ടോസ്റ്റർ, ആ ഒരു ഈഗോ ആണ് അവിടെ ബിൽഡ് ചെയ്തത്. അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പം ബിഗ് എമൗണ്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ കാര്യത്തിനോടുള്ള ഒരു ഇത്, അങ്ങനത്തെ എന്തെങ്കിലും കേസുകൾ ഉണ്ടായിട്ടില്ല? അല്ല, ഒരു കേസ് എനിക്ക് വന്നിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരുന്നു ഇഷ്യൂ. അതായത് പെൺകുട്ടിയാണ് കേസ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അവൻ തൊഴുതു പറഞ്ഞ് എനിക്ക് അബദ്ധം പറ്റി, ഞാൻ ഡിവോഴ്സ് തരാം. അപ്പോൾ അവൾ പറഞ്ഞ് നിൻ്റെ ഇതിൽ വേണ്ട, അതായത് നിൻ്റെ ഔദാര്യത്തിൽ എനിക്ക് ഡിവോഴ്സ് വേണ്ട, ഞാൻ കോടതിയിൽ നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ കോടതിയിൽ നിന്ന് എക്സ്ട്രാ അഡൾട്ടറി ആണെങ്കിൽ ആ പെണ്ണിനെയും കൂടെ അതിനകത്ത് കക്ഷി ചേർക്കണം, മനസ്സിലാവുന്നു. അപ്പോഴും അവർ അഡ്വക്കേറ്റും ഞാനും പറയുകയാണ്, കോടതി പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും, ഒത്തിരി സമയം എടുക്കും. സോ നമുക്ക് മ്യൂച്വലി അവൻ റെഡിയാണ് മ്യൂച്വലൊന്നും, ഇവൾക്ക് കാശോ ഒന്നും വേണ്ട, വളരെ മിടുക്കിയായിട്ടുള്ളൊരു ലേഡിയാണ്. പക്ഷെ അവൾക്ക് അവളുടെ എന്തോ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കണ പോലെയോ എവിടെയോ ഈഗോ എന്നിട്ട് അവന് മ്യൂച്വലിന് അവൾ തയ്യാറേ അല്ലായിരുന്നു. കോടതിയിൽ നിന്ന് അവൻ വിധി വാങ്ങിച്ചു. എന്നിട്ട് ഇതെല്ലാം കംപ്ലീറ്റ് പ്രൂവ് ചെയ്തിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാ ജഡ്ജ്മെൻറ്റിലാവണം, അവളുടെ ആ ഇതാണ്. ഞാൻ ഡെഫിനറ്റ് മൊത്തം എവിഡൻസ് സബ്മിറ്റ് ചെയ്തിട്ട് അവൾക്ക് അനുകൂലമായിട്ട് വിധി വാങ്ങിച്ചെടുത്തു. കാരണം സാധാരണ എല്ലാത്തിലും മ്യൂച്വൽ ആണെങ്കിൽ മ്യൂച്വൽ. അവൻ പറഞ്ഞു എന്തും ഞാൻ തരാം, എന്നെ ഒന്ന് വെറുതെ എന്നെ നാണം കെടുത്താതെ വെറുതെ വിടാമെന്ന് പറഞ്ഞു. പക്ഷേ കേട്ടില്ല. ആ അഡൾട്ടറി ചെയ്ത പെണ്ണിനെ കൂടെ ചിലപ്പോൾ ഞാൻ പരിപാടി ചെയ്യാം. ഭയങ്കര അത് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളാരും അവരെ അവരുടെ മനസ്സിനേറ്റ മുറിവുകളും അതിൻ്റെ ആഴമൊന്നും നമുക്ക്
പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ജഡ്ജ്മെൻ്റൽ ആവാറില്ല. ഈവൺ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് എത്തിയതിന് മുമ്പേ വന്നൊരു പെങ്കൊച്ച് ഇരിക്കുകയാണെങ്കിലും ഞാൻ കുറ്റപ്പെടുത്താൻ നിൽക്കില്ല. അതെൻ്റെ സീനിയറിൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചതാണ്. കാരണം വെച്ചാൽ എൻ്റെ സീനിയറിൽ പണ്ട് കേരള പോലീസ് ആക്ട് അനുസരിച്ചിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെയൊക്കെ പിടിച്ചുകൊണ്ട് വരും. അന്നില്ല ആ സെക്ഷൻ 47 പ്രകാരം. അപ്പോൾ ഈ 47 കേസുകൾ വരണ സമയത്ത് എനിക്ക് ഭയങ്കര ചമ്മല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ പിടിച്ചുകൊണ്ട്. അപ്പോൾ സാറ് പറയും ശരി അത് അറസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് പോകുന്നു പറയും. എനിക്കൊന്ന് ദേഷ്യം വരും, പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഇറക്കാൻ പോണേ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം ഒരു ദിവസം ആയപ്പോഴേക്കും എനിക്കെന്നെ വൈകുന്നേരങ്ങളാണ് കൊണ്ടുവരണം. അപ്പം വൈകുന്നേരത്തെ മൊബൈൽ കോർട്ടിൽ വരുമ്പോൾ എന്നോട് പോകാൻ പറഞ്ഞപ്പോഴേക്കും എനിക്ക് ദേഷ്യമൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിരുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ഒന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു ശരീരമൊക്കെ പഴുത്ത് ഭയങ്കര അളിഞ്ഞു വരുന്ന ഒരു രോഗിയുടെ അടുത്ത് ഒരു ഡോക്ടർ പറയും അയ്യോ എനിക്ക് പറ്റില്ല ഇറങ്ങിപ്പോകുന്നു. അത് അവൻ പ്രൊഫഷനാണ്, അവൻ മരുന്ന് വെച്ച് കെട്ടി അത് ട്രീറ്റ് ചെയ്യും എന്ന് പറഞ്ഞു. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ഗൗണും എടുത്ത് കോട്ട് വിട്ടു, ഞാനങ്ങ് പോയി. അത് എനിക്ക് ഭയങ്കര ഞാൻ അതുകൊണ്ട് ജഡ്ജ്മെൻ്റലാവേ ഇല്ല. അതെൻ്റെ ജോലിയാണ്, ഞാൻ ചെയ്യും. നമ്മൾ കുറേ ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ലൈഫ് സ്റ്റൈലൊക്കെ ഒരുപാട് മാറിയ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ ഒരുപാട് വർക്കിംഗ് കൾച്ചറൊക്കെ ആൾക്കാരെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് എത്രത്തോളം നമ്മുടെ ഡിവോഴ്സിനെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ നമ്മുടെ ആ വർക്കിംഗ് കൾച്ചറോ മാറ്റേണ്ടതായിട്ടുണ്ടോ? ഈ ജോലിയുടെ കോർപ്പറേറ്റ് ലെവലിലൊക്കെ അങ്ങനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്. കാരണം ഒരു ജോബ് സ്ട്രെസ്സ് വരുന്നു, വീട്ടിൽ കയറി വരുന്ന സമയത്ത് നമുക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രഷറോട് വരുന്ന സമയത്ത് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ആ ഒരു എൻവയോൺമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ ഭയങ്കരമായിട്ട് IT സെക്ടറിലാണെങ്കിലും ബാങ്കിങ് പല രീതിയിലും അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ സെൽഫ് സെൻറ്റേർഡാണ്. ഞാൻ എൻ്റെ ശരീരം നന്നാക്കണം, എൻ്റെ ഇത് കഴിക്കണം, എൻ്റെ ഹാപ്പിനെസ് വേണം, എൻ്റെ സ്റ്റൈല് വേണം. അപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് സമയം കൊടുക്കാനില്ല, ആ സ്പൗസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനില്ല. അതൊക്കെ വന്നിട്ട് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ കുറച്ചൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു സൗഹൃദം പ്രണയത്തിലും ഒക്കെ മുന്നോട്ട് പോകുന്നവരുണ്ട്. മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ഇത്രയും വർക്ക് ഇതുണ്ട്, അല്ലെങ്കിൽ നൈറ്റിൽ വർക്ക് ചെയ്യാനുണ്ട്, രാവിലെ കിടന്ന് ഉറങ്ങാനുണ്ട്, അങ്ങനെയൊക്കെ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ പോകും. പക്ഷേ ചിലത് ബാധിക്കുന്നുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഇങ്ങനെ അകന്ന് പോകും. ആ അകന്ന് പോകുന്നത് ആപത്തിലേക്ക് പോവുകയും ചെയ്യും. അതെ. ഇപ്പോൾ ഇത്രയും ഈ കേസുകൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ മാമിന് തോന്നിയിട്ടുണ്ടാവുമല്ലോ ഇത് സംസാരിക്കരുതില്ലേ, അങ്ങനത്തെ ഈ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആണോ? അല്ല, ആ പോയിന്റൊക്കെ കഴിഞ്ഞ് ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. അതാരും അങ്ങനെ ഈസി ആയിട്ട് എടുത്തിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ടല്ല കാണേണ്ടത്. അത് അത്ര കറേജിയസ് ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ്. അത് എല്ലാവർക്കും കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അവരത് എടുക്കുന്നത് അതിന് മുന്നേ അവർ കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അവരതിനകത്ത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. വർക്കൗട്ട് ആയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ ആരും എന്നെ ഈ തലേന്ന് തീരുമാനിച്ചാൽ നാളെ രാവിലെ പോയി ഡിവോഴ്സ് ഫയൽ എന്ന് പറഞ്ഞ് ആരും വരാറില്ല. അപ്പം പ്രത്യേകിച്ചും പെൺകുട്ടികൾ സ്ത്രീകളും അവർ കുറേയൊക്കെ നോക്കിയിട്ട് ഒരു പോയിന്റ് എത്തുന്ന സമയത്താണ് വരുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല പൂജ, ഒരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ നിയമപരമായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ അതിപ്പോഴും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ? ഒരു സ്ത്രീനെ ശരിക്കും നമുക്കൊരു വാല്യൂ ഇടാൻ പറ്റുമോ? നമുക്ക് ഇത്രത്തോളം പറ്റില്ല. 1961 ഡൊമസ്റ്റിക് ഡവറി പ്രൊഹിബിഷൻ ആക്ട് വന്നത്. എന്നിട്ട് ഇപ്പോൾ 2025 അത് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ നാണക്കേടാ ശരിക്കും പറഞ്ഞാൽ. അത് മാറേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓരോ വ്യക്തികളായിട്ട് മാറണം. ഇപ്പം പെൺകുട്ടികൾ തീരുമാനിക്കുകയാണ് ഞാൻ കാശ് കൊടുത്ത് ഭർത്താവിനെ വാങ്ങില്ല, അല്ലെങ്കിൽ എനിക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, ആ രീതിയിൽ. അതേപോലെ പാരൻസും ഇത് വലിയ ഗമയായിട്ട് വരും. മാട്രിമോണിയൽ സൈറ്റ് നോക്കുകയാണെങ്കിൽ അവരുടെ ഫുൾ ഫിനാൻഷ്യൽ അസറ്റൊക്കെ ആണെങ്കിൽ ഫാമിലി ഇതെന്ന് പറയുന്നത് ഇത്ര ലക്ഷം, അങ്ങനെ എങ്ങനെയൊക്കെ പറയണം. അതൊക്കെ മാറണം, ആ ചിന്താഗതി മാറണം. പാരൻസ് ഒരുപാട് മാറണം. പിന്നെ പെൺപിള്ളേർ എന്താ ഞാൻ പറയുന്നത്, നേരത്തെ കല്യാണത്തിന് പോകുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു ജന്മം മൊത്തം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കി വാരി അണിഞ്ഞ് നിൽക്കുന്ന പെണ്ണിനോട് എനിക്ക് പുച്ഛമാണ് തോന്നിയിട്ടുള്ളത്. അവളുണ്ടാക്കിയിടട്ടെ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറയണല്ലോ, എൻ്റെ കുട്ടിയുടെ അടുത്തും എൻ്റെ കൂടെയുള്ള ജൂനിയേഴ്സിൻ്റെ അടുത്തും ഒക്കെ പറയണേ, നിങ്ങൾ ഒരു നെക്ലസ് ആണെങ്കിൽ നിങ്ങൾ മേടിച്ചിട്, അതിനൊരു അന്തസ്സുണ്ട്. അല്ലാതെ അവർ ജന്മം മുഴുവൻ വാങ്ങി അവർ ഗിഫ്റ്റ് തരണമെങ്കിൽ വാങ്ങിച്ചു, പക്ഷെ മുഴുവൻ ഇട്ടും കൊണ്ട് ഒരു ഉളുപ്പും ഇല്ലാതെ നിൽക്കുന്ന എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്. സ്ത്രീധനം മാറണമെങ്കിൽ ഓരോരുത്തരും മാറണം. പൂജ മാറണം, ഞാൻ മാറണം, ഓരോ വ്യക്തികളും ഇല്ല ഇത് നിർത്തണം. അല്ലാത്തടത്തോളം കാലം ഇത് നിൽക്കും.
സ്ത്രീധനം കൊടുക്കാതെയും ചില സ്ത്രീകളെ നമ്മൾ ഡൊമസ്റ്റിക് വയലൻസിന് ഇരയാവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മറ്റേ കിരണിന്റെ ഒരു ഇഷ്യൂ വന്നു, അത് ഭയങ്കര അറിയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ പാരൻസിന് ഒരു അറിവ് വരുന്നുണ്ട്. കാരണം നമ്മുടെ മക്കൾക്ക് സ്ത്രീധനം അങ്ങനെയല്ല ചെയ്യേണ്ട, സ്ത്രീധനം ചോദിക്കുന്ന ഒരു വീട്ടിലേക്ക് കുട്ടീനെ കൊടുക്കരുതെന്ന് എന്നുള്ളത് ഇപ്പൊ ആരും അങ്ങനെ ചോദിക്കുന്നില്ല പൂജ. പക്ഷെ ഹിഡൻ ആയിട്ട് അവർക്ക് അറിയാം ആ വീട്ടിൽ നിന്ന് ഇത്ര കിട്ടുമെന്ന്. അത് പിന്നീട് ഇഷ്യൂ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് വിചാരിക്കുക ഇതെനിക്ക് കിട്ടി. ശരിക്കും പറഞ്ഞാൽ സ്ത്രീധനം എന്താ, പഴയ കാലത്ത് സ്ത്രീകൾക്ക് അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി കൊടുക്കുന്ന സാധനമാണ്. ഇന്ന് ഭയങ്കര ആഡംബരം പോലെ. അപ്പം ഇവള് വന്നിട്ട് ഇവളുടെ തന്നെ ലോക്കറിൽ സൂക്ഷിച്ചൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു തരത്തിൽ നേട്ടമില്ല. ഒരു തരം ബിസിനസ് മറ്റേ ഒരു പ്രോഫിറ്റബിൾ ബിസിനസ് അല്ലാത്ത പോലെ ആകുമ്പോൾ പാരൻസിന് ഇതിൽ നല്ലത് കിട്ടുമായിരുന്നു, മറ്റേതപ്പുറത്ത് ഇത്ര കിട്ടി എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും. പിന്നെ ഇവളോട് സ്വർണം ചോദിക്കും, മോനെ ലയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ UK പോയി പഠിക്കണം, മറ്റേ അവർക്ക് പഠിക്കണമെങ്കിൽ അവൻ പോയിക്കൂടെ, ഇനി ഇവളെ സ്വർണം വെച്ചിട്ടാണോ? അങ്ങനെ വരുന്ന സമയത്താണ് പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് ഒന്നും പ്രശ്നങ്ങളും കൂടുതൽ വരുന്നത്. പിന്നെ പുരുഷന്മാർ ചെയ്ത് എൻ്റെ അടുത്ത് വന്നിട്ട് മാഡം അതൊക്കെ എനിക്ക് കിട്ടിയതല്ലേ എന്ന് ചോദിക്കുന്ന പുരുഷരും ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ക്ലിയർ ആണ്, അവർക്ക് അറിവില്ല അതൊക്കെ എനിക്ക് ഏതാണ്ടോ അവൻ എന്ത് ക്വാളിഫിക്കേഷനാണ് ഇത് കിട്ടേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു പ്രായപൂർത്തിയാകുമ്പോൾ എനിക്ക് ഇത്ര ലക്ഷം രൂപ അവിടെ നിന്ന് കിട്ടും. അതാണ് അവരുടെയും ചിന്ത. ഇതൊക്കെ ശരിക്കും ആ മണി വെച്ചിട്ടാണ് അടുത്ത പ്ലാൻ, അടുത്ത് എന്ത് അവിടെ പോകണോ ഇവിടെ പോകണോ എന്ത് പഠിക്കണോ മറ്റത് പഠിക്കണോ എന്നൊക്കെ ഉള്ള രീതി. നമ്മൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് ചെയ്യുമ്പോൾ മീൻസ് അതിന് ഇരയാവുമ്പോൾ അത് എത്രത്തോളം വേറെ സെഷൻസ് ഒക്കെ നമ്മുടെ കേസുകളിൽ വരുമോ? ഇപ്പം എന്തായാലും ഡൊമസ്റ്റിക് വയലൻസിൽ നമ്മളിപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്യണമെന്ന് വിചാരിക്കും, നമുക്ക് ഇതിൽ ഡിവോഴ്സ് വേണം എന്നുള്ളത്. കാരണം റീസെൻ്റ് ആയിട്ട് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ 13 സ്റ്റാബ്സ് ആണ് കിട്ടിയത്. സിസർ എടുത്തിട്ട് ലങ്സ് പങ്ക്ചറായി, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷേ അവളും ആ ഒരു രീതിക്ക് വന്നിട്ട് പറഞ്ഞു, ഞാനത് എന്താ പറയുക, ഇത് അങ്ങനത്തെ ഒരു കേസാക്കി എടുക്കേണ്ട, അത് ഡിവോഴ്സ് എനിക്ക് മ്യൂച്വലായി തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് പിന്നെ അതിന് മാറി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതല്ലാതെ അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തത്. അപ്പം ഇതിൻ്റെ പിന്നാലെ കുറേ നടക്കണം, ഇത് വേറൊരു സെഷനായിട്ടാണ് വരിക ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസ്. ശരിക്കും അങ്ങനെ നമ്മൾ വേറെ സെഷനായിട്ട് ഇതൊരു എക്സ്ട്രാ കേസായിട്ട് പിന്നെ മാറും. അതെ ഫാമിലി കോടതിയിൽ വരുന്നത് എന്താ, ഡിവോഴ്സ്, മെയിൻ്റനൻസ്, അല്ലെങ്കിൽ കൊച്ചുങ്ങളെ കേസ്, സ്വത്ത് തർക്കങ്ങൾ, അതായത് ഹസ്ബൻഡും വൈഫും ആയിട്ടുള്ള വിഷയം. പക്ഷേ ഈ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഒരു ക്രിമിനലാണ് നേച്ചറാണ്. അപ്പോൾ ഒന്നുകിൽ അത് പോലീസ് കേസെടുക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം മജിസ്ട്രേറ്റ് കോടതികളിൽ നമുക്ക് DV ഫയൽ ചെയ്തിട്ട് ഒരു പ്രൊട്ടക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളും വയ്ക്കാം. പിന്നെ ഈ പെൺകുട്ടികൾ ഇതാണ് വിചാരിക്കുന്നത്, ഇതിൻ്റെ പിറകെ നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം. പക്ഷേ അത് ഒരിക്കലും ചെയ്യരുത്, മറ്റേ ആൾക്ക് അത് കോൺഫിഡൻസ് കൊടുക്കുന്നതാണ്. ഇന്ന് ഇവളെ ഉപദ്രവിച്ചെങ്കിൽ നാളെ അവളുടെ ലൈഫിൽ വേറൊരാളെ ഉപദ്രവിക്കും. അതൊക്കെ നമുക്കൊരു വയലൻസ് ഒരിക്കലും നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. സ്ത്രീകൾ എപ്പോഴും ചെയ്യുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ച് കൈ ഒടിഞ്ഞാലും അവിടെ പോയിട്ട് പറയും വന്ന് തെന്നി വീഴുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ചെയ്യുന്നത് പിന്നെയും അയാൾക്കൊരു കൺസെൻറ്റ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക സൈലൻറ്റ് കൺസെൻറ്റ് കൊടുക്കുകയാണ്. ഇനിയും ചെയ്യാം, ഇനിയും കുഴപ്പമില്ല, അവളത് തയ്ക്കും, അത് സഹിക്കും. പക്ഷേ അത് വലിയൊരു ആപത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ തനൂറ ശ്വേത മേനോൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബിസിനസ് വുമണാണ്. പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ചാൽ ഒറ്റയടിയിൽ അവൾ മോളിൽ നിന്ന് താഴെ വീണു. ആ താഴെ വീണിട്ട് അവൾ അന്ന് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അവൾ കോമ സ്റ്റേജിലേക്ക് പോകുന്നത്. പക്ഷേ അത് ആ നിമിഷം അവൾ തീരുമാനിച്ചു. അപ്പോൾ അതേപോലെ അങ്ങനെയെങ്കിലും ഒരു ഡെത്തോ അല്ലെങ്കിൽ വലിയ ആപത്തിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ല തുടക്കം തന്നെ നമ്മളത് നിർത്തുക. അനുവദിച്ചു. തപ്പർ സിനിമയിൽ പറഞ്ഞല്ലോ ഒറ്റ അടി മതി. അവിടെ അടിയെന്ന് പറഞ്ഞ വേദന അതല്ല, നമ്മളോട് സ്നേഹമില്ലായ്മ അല്ലെങ്കിൽ നമ്മളോട് അല്പം പോലും ഒരു വ്യക്തി എന്ന് കൊണ്ട് കരുതുമ്പോഴേ ഡൊമസ്റ്റിക് വയലൻസ് അത് അലോ ചെയ്യരുത്. ഒരു സ്ത്രീകൾ അലോ ചെയ്യരുത്. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്ന സ്ത്രീകൾ ചെയ്യുന്നത് പുരുഷൻ മാറും എന്ന് ചിന്തിക്കുന്നതാണ്. മാറാമില്ല, അതൊരു ബേസിക് ആയിട്ടുള്ളത്. നല്ലൊരു പുരുഷനാണെങ്കിൽ ഒരിക്കലും സ്ത്രീയെ തല്ലുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, ഇപ്പോൾ ഡിവോഴ്സിന് മുതിർന്ന ഒരു ഫാമിലിയിൽ മീൻസ് ഒരു അച്ഛനും അമ്മയും ആണെന്ന് വിചാരിക്കും, കുട്ടികളുണ്ടെങ്കിൽ ഇതേപോലത്തെ ഡൊമസ്റ്റിക് വയലൻസുകൾ അല്ലെങ്കിൽ വയലൻസ് ഇല്ലായിരിക്കാം, ചിലപ്പോൾ ഇതേപോലത്തെ വാക്കുകൾ, ഇവരുടെ ഫൈറ്റ്സ് ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ കുട്ടികൾ വളരുന്നുണ്ടാവും. നാളെ ചിലപ്പോൾ ഇതേ സ്ഥാനത്ത് ഈ കുട്ടിയും വന്ന് പ്ലേസ്ഡ് ആവില്ലേ? ശരിക്കും കുട്ടിക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് വരും. ഈ ടോക്സിക് എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വരും. പിന്നെയെന്ന് വെച്ചാൽ അച്ഛൻ അമ്മയും അടിച്ചുകൊണ്ട് ിക്കുകയാണെങ്കിൽ അവൻ്റെ ചിന്തയെന്ന് വെച്ചാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ അടി കൊള്ളേണ്ടതാണെന്നും അല്ലെങ്കിൽ അതൊക്കെ നോർമലൈസ് ചെയ്തു പോകും കുട്ടികൾ. വയലൻസും ക്രൈം ഇതൊക്കെ നമുക്കൊരിക്കലും അത് ഒച്ച ഉണ്ടാക്കുക, വാരി അടിക്കുക, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഒരിക്കലും അതൊന്നും ചെയ്യരുത്. അങ്ങനെയുള്ള അതിനേക്കാളും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണമെന്നൊന്നും പറയില്ല. പക്ഷേ ഒരു ടോക്സിക് എൻവയോൺമെൻറ്റിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റും. അവർ നല്ല ശലഭങ്ങളായിട്ട് പാറി പറഞ്ഞ് ചിരിച്ച് കളിച്ച് നടക്കട്ടെ. അല്ലാതെ ഈ അപ്പനും അമ്മയും തമ്മിലുള്ള അടിയും കണ്ടിട്ട് അവർ മാനസികമായിട്ട് തളർന്ന്
വളർന്ന് സ്കൂളിൽ പോയിരുന്നാലും ആ ട്രോമ സഹിച്ചിട്ട് അവരുടെ എല്ലാ രീതിയിലും വളർച്ചയെ ബാധിക്കത്തില്ലേ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവരെ നമ്മൾ വിചാരിച്ചിട്ടല്ലല്ലോ, അവരായിട്ട് വന്നതല്ല, നമ്മൾ കൊണ്ടുവന്നതാണ്. അപ്പം നമുക്ക് അവരുടെ ഉത്തരവാദിത്തം ഇല്ലേ? നല്ലൊരു കുട്ടിക്കാലം കൊടുക്കാനുള്ളൊരു ഉത്തരവാദിത്തം ഇല്ലേ? ഇത് ഭയങ്കര ചിലപ്പോൾ ഒരു പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ അതുപോലെ എനിക്കറിയില്ല. ശരിക്കും ഡിവോഴ്സ് ചെയ്യുന്നതാണോ നല്ലത്? പറ്റില്ലെങ്കിൽ ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്യുമോ? അല്ലെങ്കിൽ ഒരിക്കലും ഡിവോഴ്സ് മോശമെന്ന് ഞാൻ പറയില്ല. സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. പക്ഷെ ഒരിക്കലും ഡിവോഴ്സ് മോശമായിട്ടുള്ളൊരു കാര്യമല്ല. ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. അത് വ്യക്തിപരമായ തീരുമാനമാണ്. അത് വേറെ വെളിയിലിരിക്കുന്ന ഒരാൾക്ക് അതിനകത്ത് കയറിയിട്ട് എന്തുകൊണ്ട് അങ്ങനെ, എന്താ അത് എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അത് അവരവരുടെ പൂർണ്ണമായ വ്യക്തിപരമായ തീരുമാനം. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളടുത്ത് വന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവർ ആ ഡിസിഷനിലൂടെ കൂടെ നിൽക്കുക. അയ്യോ അതെന്തോ അത്രയല്ലേ ഉള്ളൂ പ്രശ്നം, ക്ഷമിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞാൽ, ക്ഷമ എന്നൊക്കെ പറയണത് അവനവൻ്റെ കപ്പാസിറ്റിയാണ്. എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് ചിലപ്പോൾ പൂജയ്ക്ക് കഴിയണമെന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ പറയേണ്ട, അത് സ്ട്രോങ് ഡിസിഷനായിട്ടും അതേപോലെ അവളുടെ ലൈഫ് ഇങ്ങനെ അല്ല, അവൻ്റെ ലൈഫ് ഇതല്ല അവൻ ഡിസേർവ് ചെയ്യുന്നത്, മോർ ബെറ്റർ എന്ന് അവൻ എവിടെയോ തോന്നിയിട്ടാണ് ഒരു പുതിയ ഹോപ്പിലേക്ക് വേണ്ടിയിട്ടുമായിരിക്കും. അത് ഒരിക്കലും മോശമായിട്ടൊന്നും കരുതരുത് ഒരിക്കലും. ഓക്കെ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് വന്നിട്ടില്ല എനിക്ക് കേട്ടോ. മീൻസ് നമ്മൾ ഈ ഗേ മാരേജുകൾ ഓക്കെ ആയി, എന്താ പറയുക, കോടതി സമ്മതിച്ചിട്ടുണ്ടെന്നുണ്ട്, പിന്നെ അതില്ല എന്ന് പറയുന്നു. ശരിക്കും നമുക്കത് അലൗഡ് ആണോ? അല്ല എന്ന് വെച്ചാൽ ക്രൈം അല്ല. പക്ഷെ ലീഗലി സെയിം സെക്സ് മാരേജ് ഇതുവരെ വന്നിട്ടില്ല. അതായത് ലോ അനുവദിച്ചിട്ടില്ല. ആണും പെണ്ണും തമ്മിലുള്ള മാത്രമേ ഫാമിലി കോർട്ടിലോ അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്നുള്ളൂ. അതേസമയം പണ്ട് ഇതൊരു ക്രൈമായിരുന്നു. ഇന്ത്യൻ പിനൽ കോഡ് ഉണ്ടായിരുന്ന സമയത്ത് രണ്ടുപേര് ലെസ്ബിയൻസ് അത് ക്രൈം അതെടുത്ത് മാറ്റി. പക്ഷെ വേണമെങ്കിൽ അവർക്കൊരു ലിവിങ് ടുഗദർ പോലെ ജീവിക്കുന്നതിന് യാതൊരു എന്ന് വെച്ചാൽ ഇല്ലീഗൽ എന്ന് പറഞ്ഞാലോ ക്രൈം എന്ന് പറയാനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ അവർക്ക്? അത് ഒരിക്കലും അങ്ങനത്തെ അഡോപ്ഷൻ ലോസിൽ വരുന്നില്ല. ഇവർക്ക് ഒരു ലോയുടെ ഒരു പ്രൊട്ടക്ഷനും ഇവർക്കില്ല. ആകെ ഒരു ഡൊമസ്റ്റിക് വയലൻസിന് വേണമെങ്കിൽ അതും എപ്പോഴും ഡൊമസ്റ്റിക് വയലൻസിൻ്റെ എതിർഭാഗം ഒരു പുരുഷനായിരിക്കണം, വാദി എന്ന് പറയുന്ന സ്ത്രീയും ആയിരിക്കണം. അപ്പോൾ രണ്ട് ലെസ്ബിയൻ കപ്പിൾസിനും അതും വരുന്നില്ല. ലോസിൻ്റെ സപ്പോർട്ടില്ല. പക്ഷേ അത് ക്രൈമോ അല്ല. മനസ്സിലായോ പൂജയ്ക്ക്? വേണമെങ്കിൽ രണ്ടുപേർക്ക് ജീവിക്കാം. പക്ഷെ ഒരു ലോയും അവർക്ക് സപ്പോർട്ട് ചോദിക്കും. പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇല്ല, അതില് ചെയ്യാൻ പറ്റില്ല. ഇതിലിപ്പോൾ ഇടയിൽ പറഞ്ഞ ഒരു കാര്യം സ്ട്രൈക്ക് ആയത്, അതായത് ഇപ്പം നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നത് ഒരു പുരുഷനും മറ്റേതൊരു സ്ത്രീയും ആവണം. എപ്പോഴും ഡൊമസ്റ്റിക് വയലൻസിന് ഹർജിക്കാരി എന്ന് പറയുന്ന സ്ത്രീയാണ്. അത് നേരെ തിരിച്ച് അത് ആ ആക്ട് ഓൺലി ടു പ്രൊട്ടക്ട് വുമൺ ആണ്. ആണുങ്ങൾ ഡൊമസ്റ്റിക് വയലൻസ് നേരിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ സ്ത്രീകളെ ശിക്ഷിക്കുക, ക്രിമിനൽ ക്രൈം എന്ന് വെച്ചാൽ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാലും അതൊരു ക്രൈമാണ്. നമുക്ക് BNS ഇന്നത്തെ BNSൽ വന്നിട്ട് കുറേ ഇങ്ങനെ കുത്തുക അല്ലെങ്കിൽ ചവിട്ടുക, ഇതെല്ലാം ഓരോ ക്രൈം, ഹേർട്ട്, ഗ്രീവിയസ് ഹേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഭാര്യയാണ് ചെയ്തതെങ്കിലും അവനൊരു ഡീപ്പ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിൽ വകുപ്പ് പ്രകാരം അതൊരു ക്രൈമായി കഴിഞ്ഞു. അതല്ലാതെ അത് FIR ഇട്ട്, ഇപ്പം എൻ്റെ ഒരു കേസിലാണെങ്കിൽ ഭാര്യ ഭയങ്കരമായിട്ട് അടിച്ച് ചെവിയുടെ ഈ ഭാഗം അങ്ങ് പോയി, അയാൾക്ക് ഭയങ്കര എന്തോ ഇട്ട് സാധനമായിട്ട് അടിച്ചിട്ട്. പക്ഷേ പോലീസ് സ്ത്രീ അടിച്ചതാണ്. അയാളൊരു നല്ലൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അതൊക്കെ ഭയങ്കര നാണക്കേട് കാരണം പറയാനും പറ്റിയില്ല. പക്ഷേ FIR ഇട്ട് കേസെടുത്തു. ആ ഒരൊറ്റ സാധനം മതി എനിക്ക് ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ലാതെ വന്നിട്ട് ഈ സ്ത്രീക്കെതിരെ നമ്മളെ ഇതേപോലെ പുരുഷന് പ്രൊട്ടക്ഷന് കിട്ടുന്ന അങ്ങനത്തെ ഒരു നിയമം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആക്ച്വലി ഇപ്പം ഇങ്ങനത്തെ കാര്യത്തിൽ ബയാസ്ഡ് ആണോ, ഇപ്പം ജെൻഡർ ബയാസ്ഡ് ആണ് നിയമം എന്ന് പറഞ്ഞൊരു സമ്മതിച്ചു തരുമോ? ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ജനറലൈസ് ആയിട്ട് സ്ത്രീകളും പുരുഷനും അങ്ങനെയല്ല. കൂടുതലും പ്രൊട്ടക്ഷൻ വേണ്ട സ്ത്രീക്കാണ്. ഫിസിക്കലി കുറച്ചുകൂടെ വീക്കാണ് സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷന് ഒറ്റ അടിക്കുകയാണെങ്കിൽ സ്ത്രീയെ വിടാൻ പറ്റും. പക്ഷെ മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെയർ കേസുകളാണ്. പണ്ട് ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ ഉപദ്രവിച്ചിട്ട് അനുഭവിച്ചിട്ട് വന്നു. അതെന്ന് വെച്ചാൽ അതിൻ്റെ എന്തോ ഒരു കഴിവ് പോലെയാണെന്നുള്ള പോലെ പുരുഷനും കരുതി. അതുകൊണ്ടാണ് ഒരു നിയമം വന്നത്. ചിലപ്പോൾ നാളെ മാറുമായിരിക്കും പൂജ. ഓരോ നിയമങ്ങൾ ഇങ്ങനെ 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വരുന്നത്. അതുവരെ അവിടെ നിയമം ഇല്ല. ഞാൻ പഠിച്ചിറങ്ങുന്നത് 99 ആലോചിച്ച് നോക്കി. 2005 എന്ന് പറയുമ്പോഴേക്കും ഞാനൊരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസില്ല.
നമുക്ക് വന്നിട്ട്. പിന്നെ ആരും ഒരു നാണക്കേട് എല്ലാവരും പറയില്ല കുടുംബത്തിനകത്ത് നടക്കുന്ന ഇവിടെ തന്നെ അറിയണം, വെളിയിൽ പറയാൻ പാടില്ല എന്ന്. പക്ഷെ അതൊക്കെ ആ ചിന്താഗതി മാറണം. പറയേണ്ടത് പറയുക തന്നെ വേണം. നമ്മളാരെ ഒളിക്കാൻ? ചെയ്യുന്ന കുറ്റക്കാരൻ അവരല്ലേ, അവർക്കല്ലേ നാണക്കേട് വരേണ്ട, അല്ല നമുക്ക് നമുക്കല്ലല്ലോ. ആ ചിന്താഗതിയൊക്കെ മാറണം. ഈ നിയമങ്ങൾ ഇപ്പോൾ പറഞ്ഞു 2005 ഈ ഡൊമസ്റ്റിക് ആക്ട് ഇത് വന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് കുറേ നിയമങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ ശബ്ദമായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള നമ്മൾ ചിലപ്പോൾ അധികം ആൾക്കാർ അറിയാത്ത കുറച്ച് ലോസും കാര്യങ്ങളുണ്ടാവും. മെയിനായിട്ട് സ്ത്രീകൾക്ക് ഇതൊക്കെ ആക്ച്വലി നമുക്ക് നിയമപരമായിട്ട് ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നറിയാത്ത കുറേ സ്ത്രീകളുണ്ടാവും. അങ്ങനെ ഇപ്പം റീസെൻ്റായിട്ട് വരുന്ന ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇതുവരെ അറിയാത്ത അങ്ങനത്തെ എന്തെങ്കിലും പുതിയ ലോസ് ആയിട്ട് വന്നിട്ടില്ല. സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള ലോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷേ റൂളിങ്സ് ഉണ്ടല്ലോ, അതായത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ വരും. അതായത് ഇപ്പോൾ ഒരു നിയമം അവിടെ നിർമ്മിച്ചിട്ട് പക്ഷെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് ഏതൊക്കെ സമയം ആ നിയമം വരാം എന്ന് പറഞ്ഞ് റീസെൻ്റായിട്ട് ഒരുപാട് റൂളിങ്സ് കോടതി നിങ്ങൾ കണ്ടിട്ടില്ലേ, ന്യൂസ് പറഞ്ഞ ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, സ്ത്രീയുടെ സ്വത്ത് സ്ത്രീക്കാണ് എന്നുള്ള പറഞ്ഞു, സ്ത്രീധനം അങ്ങനെ പല റൂളിങ്സുകൾ വരുന്നുണ്ട് നിയമം. പക്ഷേ അതിനുശേഷം ചില അമെൻമെൻറ്റുകളെല്ലാം വരണല്ലാതെ അങ്ങനെ ഇങ്ങനെ ഈ 2005 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വരുമ്പോഴേക്കും ഒരു ബൂമായിരുന്നു അങ്ങനെ ഒരു നിയമവും എന്നുള്ള രീതിയിൽ. വീട്ടിനകത്തേക്ക് ഒരു നിയമം, അതുവരെ പുറത്ത് നടന്നുകൊണ്ടിരുന്ന നിയമം, ഗാർഹിക പീഡന നിരോധിത നിയമം എന്ന് വെച്ചാൽ വീട്ടിനുള്ളിൽ കയറിയ ആ നിയമം. അങ്ങനെ അതേപോലെ ഒരു വന്നിട്ടൊരു നിയമം വന്നില്ല. ഇപ്പോൾ പല സമയത്തും ഇപ്പോൾ ഞാൻ ഡിവോഴ്സ് എന്നുള്ളത് ഇപ്പം എൻ്റെ ഒരു ഏജിൽ എല്ലാവരും ഡിവോഴ്സ്ഡ് ആവാൻ അങ്ങനെ ആയിട്ടില്ല. എല്ലാവരും ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ്, ബ്രേക്കപ്പ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഫിനാൻഷ്യലി എന്താ പറയുക, നമുക്ക് കുറേ പൈസ ഇല്ല, ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർക്കായിരിക്കും പൈസ. അപ്പോൾ അങ്ങനെ പോയോണ്ടിരിക്കും. ആ ഫിനാൻഷ്യൽ ആ ഒരു ഇൻഡിപെൻഡൻസ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സഹിച്ച് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കേസുകൾ വരാറുണ്ടോ? ഇങ്ങനെ മീൻസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും കാലം ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നത് എന്നുള്ളത് ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു 50 years ഒക്കെ ഉള്ള സ്ത്രീകളാണ് അങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു വഴിയില്ലാതെ അവരുടെ ടോർച്ചർ സഹിക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് കുട്ടികളെല്ലാം എഡ്യൂക്കേറ്റഡ് ആണ്. അവർക്ക് എന്താണെങ്കിലും സ്വിഗ്ഗിയിലെങ്കിലും ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തതിന് ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. ലേസിനെസ്സേ ഞാൻ കരുതുള്ളൂ. ഫിനാൻഷ്യലി അവർ അതൊരു ഇഷ്യൂ ആയിട്ട് ഇപ്പോഴത്തെ തലമുറയിലില്ല. പണ്ടെന്ന് പറയുന്നത് അവർക്കൊന്നും അറിയത്തില്ല, ഒരു പണി എടുക്കാൻ അറിയില്ല. രാവിലെ മുതൽ ഭർത്താവിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, മക്കളെ അയക്കുക, വീട്ടുകാര്യങ്ങൾ നോക്കുക, അതല്ലാതെ അതിനപ്പുറം അവർക്കില്ല. അത് അവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കോടതി ഒരുപാട് മെയിൻ്റനൻസും എല്ലിമണി ബാക്കി എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. കാരണം അവർ ഭർത്താവ് ഇത്രയും ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ലൈഫ് സ്പാൻ മൊത്തം അവർ നശിപ്പിച്ചു. അങ്ങനെയൊക്കെ കോടതി സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഒരു നല്ല ഇച്ചിരി പഠിത്തവും വിവരം ഉണ്ടായിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്നിട്ട് അയാളെ ലൂട്ട് ചെയ്യുന്നത് അതൊന്നും അതിൻ്റെ കൂടെയാണ് പറയുന്നത് ഇമോഷണൽ വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പം ഈവൻ ദോ കുറേ പൈസ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നുണ്ടാവും, ഒരു സ്ത്രീകളുടെ കാര്യം പറഞ്ഞത്, ജോലി ചെയ്യുന്നുണ്ടാവും, കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പൈസ ഇഷ്ടം പോലെ ഉണ്ടാവും, പക്ഷേ ഇമോഷണലി ആ വ്യക്തിനെ വിട്ടുമാറാനുള്ള ഒരു പ്രശ്നം കാണും. സൈക്കോളജിക്കൽ ഇഷ്യൂസാണ്. അത് നമ്മൾ നേരത്തെ തിരിച്ചറിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചോ അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവരിങ്ങനെ ഇപ്പോൾ ഇമോഷണൽ വൾണറബിൾ, അയ്യോ ഞാൻ വൾണറബിൾ ആണ്, എനിക്ക് വിട്ടുവരാൻ പറ്റില്ലേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കണവർ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ അത് റിയലൈസ് ചെയ്യാണ്, എനിക്ക് പറ്റുന്നില്ലല്ലോ, ഞാൻ എവിടെയോ അഡിക്റ്റ് ആയി പോയോ, ഞാൻ പോയോ, എനിക്ക് ട്രോമ ബോണ്ട് ഉണ്ടോ അയാളിൽ നിന്ന്, അയാൾ എന്നെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാൻ നമ്മളൊരു എഫേർട്ട് എടുക്കണം. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ മുങ്ങി താഴെയാണ്, ഏതെങ്കിലും ഒരു ചെറിയ കച്ചത്തുരുമ്പെങ്കിലും കിട്ടിയാൽ നമ്മൾ അതിന് പിടിക്കുക. അല്ലാതെ അയ്യോ ഞാൻ ചത്തേന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ടേംസും പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ളിൽ തന്നെ കിടക്കാം. ഇത് വലിയ ഡയലോഗൊക്കെ ഞാൻ അടിക്കുന്നുണ്ട്, അത് പോകുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മളത് തിരിച്ചറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വന്നിട്ട് എന്ന് വെച്ചാൽ നല്ലൊരു റിലേഷൻഷിപ്പാണോ, ഞാനൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണോ എന്ന് ഫസ്റ്റ് തിരിച്ചറിയണം. അതിന് ഞാൻ ഹാപ്പി ആണോ അല്ലെങ്കിൽ ഞാൻ കംഫർട്ടാണോ. എന്തൊക്കെയായിരിക്കും അപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ ട്രെയ്റ്റ്സ് എന്ന് മാമിന് തോന്നിയിട്ടില്ല? പേഴ്സണാലിറ്റി ഡിസോർഡർ ആദ്യം തിരിച്ചറിയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആൾ നമുക്ക് ഒരു തരത്തിലും ഒരു സ്പേസ് തരുന്നില്ല, നമുക്ക് ഒട്ടും ഹാപ്പി അല്ല, നമ്മളായിരിക്കുന്നില്ല, അവരെ മുമ്പേ നമ്മൾ എന്തോ പ്രിട്ടേൺ ചെയ്യുകയാണ്, അവരെ പ്ലീസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല എങ്കിൽ എന്താ പറയുക, നമ്മളെന്ന് പറയുന്ന വ്യക്തി അല്ല അവിടെ,
അയാൾ മാത്രമേ ഉള്ളൂ, അയാൾ വേറെ ഒരു ചിന്തയില്ല. അങ്ങനത്തെ റെഡ് ഫ്ലാഗ്സ് ആണ്. അപ്പോൾ അതൊക്കെ തിരിച്ചറിയണം. അങ്ങനെയൊക്കെ അതൊക്കെ തിരിച്ചറിയണമെങ്കിൽ റിലേഷൻഷിപ്പിലാവണം. എന്നിട്ട് റിലേഷൻഷിപ്പിലാവൂ, എല്ലാം തിരിച്ചറിയൂ, എന്നിട്ട് മനസ്സിലാക്കൂ, മൂവോണാവൂ. ഇതിങ്ങനെയുള്ള സൈക്കിളാണ് വരുള്ളൂ. അപ്പോഴേക്ക് റൈറ്റ് പേഴ്സണെ നമുക്ക് കിട്ടും. അല്ലാതെ ചാടി കയറി റിലേഷൻഷിപ്പായി ആയോടെ വന്നിട്ട് എന്താ പറയുക, അയ്യോ ഞാൻ പ്രണയിച്ചു പോയി, അല്ലെങ്കിൽ ഞാൻ സെക്സ് ചെയ്തു പോയി, ഇവനെ തന്നെ കല്യാണം അല്ലെങ്കിൽ ഇവളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് ഭയങ്കര മണ്ടത്തനമാണ്. ഒരിക്കലും ചെയ്യരുത്. ഈ തേച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്നത് നമ്മളൊരു നെഗറ്റീവ് വേർഡാണ്. ആക്ച്വലി ഏതോ ഒരു പോയിന്റിൽ ഒരാളെ തീരുമാനിക്കുകയാണ്, ഇവരല്ല എൻ്റെ റിലേഷൻ വരേണ്ടത്, എനിക്ക് മുന്നോട്ട് പോകണം, ഇവരുമായിട്ട് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ് ഹിം ഫ്രീ അല്ലെങ്കിൽ ലെറ്റ് ഹർ ഫ്രീ, മുന്നോട്ട് പോകാം. പെയിൻഫുൾ ആണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിൽ നിന്നും പുറത്തേക്ക് വരണം. അതെ. ഇപ്പം ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഫിനാൻഷ്യൽ ഫ്രീഡവും എന്താണെന്ന് പല സ്ത്രീകൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. അപ്പം എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഒരുവിധം എല്ലാ വീട്ടുകളിലും ഇപ്പം സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത്ര ഫ്രീഡം തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾ ഇപ്പോഴാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള വാക്ക് തന്നെ വന്നത്. ആദ്യം എന്താ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്, എല്ലാ സ്ത്രീകളും ഫിനാൻഷ്യലി നമ്മൾ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ എന്താ സ്ത്രീകൾ എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അവർ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി നമുക്ക് കുറച്ച് ഇൻകം കിട്ടും, പക്ഷേ ആ 1000 രൂപ കിട്ടിയാൽ 1000 രൂപ ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ് ഫ്രീഡം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഭാര്യ ജോലി ചെയ്യും, പക്ഷേ ATM കാർഡ് ഇരിക്കുന്നത് ഭർത്താവിൻ്റെ കയ്യിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുനിന്നൊരു 10 രൂപ എടുത്തിട്ട് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണെങ്കിൽ അയാൾ അതെന്തിനാ ചെയ്തേ, അതെന്തിനാ നിനക്ക് അതിൻ്റെ വേറെ ചിലവുകളില്ലേ എന്ന് പറയുന്നത് തീർന്നു അവിടെ. അതിനെ എങ്ങനെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റും? ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്ന കാശ് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചിലവാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ഫ്രീഡം. ഇപ്പോൾ പൊതുവേ എല്ലാവരും പറയും അറേഞ്ച് മാരേജ് ആണെങ്കിൽ അതിൽ ഡിവോഴ്സ് റേറ്റ് കുറവാണ്, ലവ് മാരേജിലാണ് ഏറ്റവും കൂടുതൽ അടി ബഹളം ഈ പറയുന്ന ഡിവോഴ്സ് റേറ്റ് കൂടുന്നത്. ശരിക്കും അങ്ങനെയാണോ? അത് ഈ ലവ് കം അറേഞ്ച്ഡ് ഇല്ല, റൈറ്റ്, ലവ് കം അറേഞ്ച്ഡ് ഉണ്ട്. അപ്പം ഏതാണ് ശരിക്കും വില്ലൻ? മാരേജിയുടെ വില്ലൻ എന്ന് വെച്ചാൽ ലവ് ആണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും ഡെസ്റ്റിനേഷൻ സെയിം അല്ലേ, മാരേജ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ ലവ് മാരേജ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി ഓടി വീട്ടുകാരുടെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ പോയ ഒരു കാലം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വീട്ടുകാർ ഒരു തരത്തിലില്ല, അവനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ 5 പൈസ ഞാൻ തരത്തുമില്ല, നീ ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് ഇത്രയും വലിയൊരു ഹൊറിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ്. കാരണം ആരും സപ്പോർട്ടില്ല, ഫിനാൻഷ്യലി ഒന്നും വരാത്ത രീതിയിൽ പോകുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് മാരേജിന് വീട്ടുകാരുടെ സപ്പോർട്ടും കൂടെ കിട്ടാറുണ്ട് കൂടുതൽ. അപ്പം ലവ് മാരേജ് അറേഞ്ച്ഡ് മാരേജ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ലവ് മാരേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇത് എന്തെങ്കിലും പ്രശ്നം അവരുടെ ലൈഫിൽ ഉണ്ടായെങ്കിൽ അത് പുറത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ട്. കാരണം അവരായിട്ട് ചൂസ് ചെയ്ത പാർട്ട്ണറാണ്, അവർ വിശ്വസിച്ച് കൂടെ ജീവിക്കാൻ വന്ന പാർട്ട്ണറാണ്. പക്ഷേ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറായിരിക്കാം, ഒത്തുപോകാത്ത കുറേ പരിപാടികളായിരിക്കാം. അപ്പോൾ ഇത് പിന്നെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് വേറൊരാളുടെയും പിന്നെയും ആശ്രയം തേടുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത് കാരണം അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചാന്ന് പറയുന്ന പോലുള്ളൊരു ഇതാണ് ഇപ്പം കാണുന്നത്. അപ്പോൾ അത്ര അങ്ങനത്തെ കേസുകൾ എത്രത്തോളം കണ്ടിട്ടുണ്ട്? ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയാതിരിക്കുന്നതും ഇതൊക്കെയാണോ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്? പൂജ ആ ഒരു തോട്ടേ തെറ്റ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ലവ് മാരേജ് ആവുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ റിലേഷൻഷിപ്പിൽ പ്രശ്നം വരുന്നു, ഒരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. ഈ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഒരു തീരുമാനം അത് അറേഞ്ച്ഡിലാണെങ്കിലും വരും. അതിന് അവനൊരു അല്ലെങ്കിൽ അവളൊരു റീസൺ കണ്ടുപിടിക്കുന്നതേ മാത്രമേ ഉള്ളൂ. അതല്ല ലവ് മാരേജിൽ എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെന്നും അറേഞ്ച്ഡ് മാരേജിൽ ഇല്ല എന്നും അല്ല. അത് ഓരോ വ്യക്തികളുടെ തീരുമാനങ്ങളാണ്. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് ലവ് മാരേജ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ജാതി വ്യത്യാസമുള്ളവർ കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ടും ഒരിടത്തൊന്നും ഇല്ല. ഫിനാൻഷ്യലി സപ്പോർട്ടില്ല, ഇമോഷണൽ സപ്പോർട്ടില്ല, താമസിക്കാനുള്ള സൗകര്യമില്ല, കുട്ടികൾ, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ ഇഷ്യൂസിലേക്ക് വരുന്നത്. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് മാരേജ് ആണ് എങ്കിലും വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ ഒരു ഇത് വരാം, നീ കണ്ടുപിടിച്ചതല്ലേ അല്ലെങ്കിൽ നീ അത് അങ്ങനെ ഒരു രീതി വരാം. പക്ഷേ പ്രോബ്ലംസ് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല ലവ് മാരേജ് ആണ് അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജിലാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് ഒരു
ഡെസ്റ്റിനേഷൻ പോയിന്റ് എന്ന് പറയുന്നത് മാരേജ്. അതിൻ്റെ വഴിയാണെന്നേ ഉള്ളൂ ലവും അറേഞ്ച്ഡും, ചിലത് ലവ് കം അറേഞ്ച്ഡും. പക്ഷെ മാരേജിൽ എത്തുന്ന സമയത്ത് ഒരേ ഒരു കാര്യമുള്ള റൈറ്റ് പാർട്ട്ണർ. അത് ത്രൂ ലവ് ആണെങ്കിലും അറേഞ്ച്ഡ് ആണെങ്കിലും റൈറ്റ് പാർട്ട്ണർ ആയിരിക്കണം. ഈ റൈറ്റ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വന്നിട്ട് കണ്ടുപിടിച്ച് തെറ്റിപ്പോയെന്നോ അല്ലെങ്കിൽ അയ്യോ ഇതായിപ്പോയോ വീട്ടുകാരെ ബ്ലെയിം ചെയ്യാനോ ഒന്നും പറ്റില്ല. റൈറ്റ് പാർട്ട്ണർ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് ഇപ്പം എന്തെങ്കിലും ആൾക്കാർ പറയുമ്പോൾ നിന്റെ ഒക്കെ ഒരു ഭാഗ്യമാണ് ഇങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടിയത്. അപ്പൊ ഞാൻ അല്ലെങ്കിൽ ഇത് ഭാഗ്യമില്ലല്ലോ, നമ്മൾ ചൂസ് ഇതിങ്ങനെ നമുക്ക് ഓക്കെ കണ്ടുപിട്ടി അതിപ്പോഴും ചില ആൾക്കാരൊരു ഭാഗ്യം. ഭയങ്കര ചിന്തകൾ ഭയങ്കര മാറേണ്ടിയിരിക്കുന്നത്. നമുക്കല്ലേ നമ്മൾ അറിയുള്ളൂ എനിക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ എന്താണ് ഇത് നമ്മൾ ഭയങ്കര കോംപ്രമൈസ് ചെയ്തിട്ട് അങ്ങ് നിൽക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ മാരേജ് എത്തിക്കഴിയുമ്പോഴൊരു ലീഗൽ ടൈ വരുന്നു അവിടെ, മറ്റതിൽ അത് വരുന്നില്ല. നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിലാവണ സമയത്ത് അപ്പോൾ മാരേജ് ടൈയിലേക്ക് പോണ സമയത്ത് നമുക്കങ്ങനെ ഈസി ആയിട്ട് ഊരി വരാൻ പറ്റില്ല. ഒരു ചെറിയൊരു കുരുക്കും കൂടെ സാധനം വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത് ഭയങ്കര സൂക്ഷിച്ച് ചെയ്യണം. ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ലിവിങ് ടുഗെദർ ആക്ച്വലി സപ്പോർട്ട് ചെയ്യോ മാം? ആസ് എ പേഴ്സൺ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൂടാ? അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിപരമായ തീരുമാനങ്ങളാണ്, മനസ്സിലാവുന്നുണ്ട്. ലീഗലി അതിന് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എതിർക്കണം അല്ലെങ്കിൽ അത് ചെയ്ത് തെറ്റാണെന്ന് പറയണം. ഞാൻ പറഞ്ഞില്ല, അതൊരു കറേജിയസ് ഡിസിഷനായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടൈം ഇല്ലാതെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ മറ്റേത് പേടിച്ച് അയ്യോ നാളെ കോടതി കയറേണ്ടി വരുമല്ലോ, മറ്റേത് പേടിച്ച് ജീവിക്കണേക്കാളും ലവ് മാത്രമല്ല ഒരു ബോണ്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ പറയണല്ല പൂജ, എൻ്റെ കുട്ടിയുടെ അടുത്താണ് പറയണ കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാൽ തള്ള ഇവിടെ വന്നിരുന്ന് പറഞ്ഞു, പക്ഷെ കൊച്ചിൻ്റെ അടുത്ത് വേറെ ഏതായിരിക്കും തന്നെ ഒരിക്കലും ഇല്ല. ഞാൻ മോളോട് തന്നെയാണ്, മോളിപ്പോൾ ഈ ലിവിങ് ടു ദ റിലേഷൻഷിപ്പ് ആണ് എങ്കിൽ ഞാൻ എന്താണ്, അവൾക്ക് ചിന്താശക്തിയുണ്ട്, മെച്യൂരിറ്റി ഉണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഞാൻ കൂടെ നിൽക്കും. ഒരിക്കലും കല്ലെറിയാനോ അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് പറയിക്കാനോ ഞാൻ നിൽക്കില്ല. സപ്പോർട്ട് ലിവിങ് ടുഗെദറിൽ ഇപ്പം എത്രത്തോളം ലീഗാലിറ്റി ഉണ്ട് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. മേ ബി ഇതേപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ലീഗാലിറ്റി കൂടുതലാണ്. നമുക്ക് കേസിനായിരുന്നു ഈ ലിവിങ് ടുഗെദറിന് നമുക്ക് ഇങ്ങനത്തെ റൂൾസ് അപ്ലിക്കബിൾ ആകെ ഒരു ഫാമിലി ലോസ് ഒന്നും വരില്ല. അതായത് മാരിറ്റൽ ലോസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ ഒരു ലോസും സപ്പോർട്ടീവായിട്ടില്ല. മെയിൻ്റനൻസ് അങ്ങനത്തെ സ്വത്ത് തർക്കങ്ങൾ അങ്ങനെയൊന്നും വരില്ല. പക്ഷേ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൻ്റെ സപ്പോർട്ട് കിട്ടും. അതായത് രണ്ടുപേരും ഒരു റൂഫിൻ്റെ കീഴിൽ താമസിക്കുകയാണ്, ഒരാൾക്ക് വയലൻസ് ഉണ്ടെങ്കിൽ അത് സ്ത്രീക്ക് വയലൻസ് ഉണ്ടെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിന് കേസ് നിൽക്കും. അതേപോലെ ഈ ലേഡിയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് അവൻ തട്ടിയെടുത്തു അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ പകുതി വഴിയിൽ ഇറക്കി വിട്ടു, റെസിഡൻഷ്യൽ ഓർഡർ, ഇങ്ങനത്തെ എല്ലാം ഡൊമസ്റ്റിക് വയലൻസിന് നിൽക്കുക. അതിനകത്ത് ഒരിക്കലും മാരീഡ് റിലേഷൻഷിപ്പ് ആവില്ല. പക്ഷെ ഫാമിലി കോടതിയിൽ ഒരു കേസ് എടുക്കണമെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. ഫാമിലി കോടതി വെച്ചാൽ കുടുംബ കോടതിയാണ്. കുടുംബ കോടതിയിൽ ഒരു കേസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കണം. അപ്പം നമ്മൾ ആദ്യം ഒരു പ്രൂഫായിട്ട് വയ്ക്കുന്നത് ആദ്യം മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്, അല്ലാത്ത മാരേജ് എടുക്കത്തില്ല. ഇപ്പം ഈ ലിവിങ് ടുഗെദർ സംസാരിച്ചു, ലവ് മാരേജ് സംസാരിച്ചു, ലവ് കം അറേഞ്ച് മാരേജ് എല്ലാം സംസാരിച്ചു. നമുക്ക് ഈ ഏർലി മാരേജും ലേറ്റ് ആയിട്ടുള്ള മാരേജുകളുണ്ട്. ഒരുപാട് പേര് ചിലപ്പം ഏർലി ആയിട്ട് മാരേജ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. ഈ 18 വയസ്സ് കഴിയുമ്പോഴേക്കും ഐ മീൻ അതാവുമ്പോഴേക്കും ഓക്കെ കല്യാണം എന്ന് കല്യാണം കഴിക്കുന്നവരുണ്ട്. എന്നാൽ ചിലവരിങ്ങനെ ലേറ്റായി ഞാൻ സിംഗിൾ ലൈഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിക്കും. ഇതിൽ ട്രബിളൊക്കെ എവിടെയാണ് വരുന്നത്? ചിലപ്പോൾ ഈ യങ് ഏജ് മാരേജിലാണോ ലേറ്റ് മാരേജിലാണോ കൂടുതൽ ട്രബിൾ വരുന്നത്? നമ്മളെ ഇന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് പെൺകുട്ടികൾക്ക് 18 ആണിന് 21 വയസ്സ്. അപ്പം ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ പാമ്പർ ചെയ്ത് വളർത്തുന്ന ഒരു 18 വയസ്സായ ഒരു പെണ്ണിനോ 21 വയസ്സായ പെണ്ണിനോ ഇന്നത്തെ നമുക്ക് ഒരിക്കലും മെച്യൂരിറ്റി ഉള്ള അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പം നമുക്കതിന് എന്താ പറയുക, ലീഗലി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആസ് എ പേഴ്സൺ നമുക്ക് അത്രയ്ക്കുണ്ടോ അത്ര ചിന്തിച്ചിട്ടാണോ എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷേ ഈ ഏർലി മാരേജ് അല്ലെങ്കിൽ ലേറ്റ് മാരേജ് അതെല്ലാം പ്യുവർലി വ്യക്തിത്വമാണ്. ഇപ്പോൾ 21 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ചിലപ്പോൾ 31 വയസ്സിൻ്റേതായിട്ടുള്ള മെച്യൂരിറ്റിയും കാര്യങ്ങൾ ഇൻഡിപെൻഡൻസിന് 32 വയസ്സുള്ള ഒരു സ്ത്രീക്ക് 18 പോലെ ചാടിക്കൊണ്ട് നടക്കുക. അതേപോലെ പുരുഷനും ആവാം. ഒരു 30 വയസ്സുള്ള ഒരു പുരുഷൻ വന്നിട്ട് വെറും 20 വയസ്സിൻ്റെ ഒരു ബോയ് ആയിരിക്കാം. അതേസമയം ഒരു 22 വയസ്സുള്ള ഒരു ചെറുക്കൻ മാനിനെ പോലെ ബിഹേവ് ചെയ്യുക. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ആണ്. അതല്ലാതെ ഒരിക്കലും നമുക്ക് ഏർലി മാരേജ് ലേറ്റ് മാരേജ് എന്നും പറയാനില്ല. ഒരു നല്ല കുടുംബ പ്രാരാബ്ദങ്ങളും അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെയൊക്കെ മനസ്സിലാക്കി സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരു പെണ്ണാണ്. അവൾ 22 വയസ്സിൽ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു, 23 ജോലിയായി, അവൾക്കൊരു റിലേഷൻഷിപ്പ് അല്ലെ വേണമെന്ന് നോക്കി ചിലപ്പോൾ അവൾ 24 കല്യാണം കഴിച്ചെന്നിരിക്കും. അല്ലാതെ ഒരു പെൺകുട്ടി 30 കഴിയുമ്പോഴേ എനിക്കിപ്പോൾ വേണ്ട, ഇനി 30 കഴിഞ്ഞിട്ടാണെങ്കിൽ 40 കഴിഞ്ഞിട്ടാണെങ്കിൽ അതെല്ലാം വ്യക്തി
വ്യക്തിപരം. മനുഷ്യർ ബാക്കി വീട്ടുകാരും ചെയ്തു, നാട്ടുകാർ ചെയ്തു, അല്ലെങ്കിൽ അവർ പ്രഷർ ഒന്നും വേണ്ട. നമ്മളല്ലേ ജീവിക്കേണ്ടേ, നിങ്ങളാണ് ജീവിക്കേണ്ടത്. നിങ്ങളെ കൂടെ ആര് ജീവിക്കണം, എപ്പോൾ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് പാർട്ട്ണറെ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ അതിന് ഓക്കെ ആണോ, വില്ലിങ് ആണോ, മാരേജിന് ഞാൻ ഓക്കെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാം ഒരു അച്ഛനും അമ്മ എല്ലാവരെയും നമുക്ക് ഒരു നിലത്ത് എന്തൊക്കെയാണ്. പക്ഷെ പാർട്ട്ണർ അല്ലെങ്കിൽ റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെ ലൈഫിൻ്റെ അകത്തോട്ട് വരുന്ന ഒരു സാധനമാണ്. അതായത് നമ്മുടെ ക്ലോസ് സർക്കിളിന് അകത്തോട്ട് സാധനം. അയാൾ അങ്ങനത്തെ ഒരാളെ കയറ്റണമെങ്കിൽ, ആ വാതിൽ തുറന്ന് അകത്തോട്ട് കയറ്റണമെങ്കിൽ സൂക്ഷിച്ച് കയറ്റുക. ഇപ്പോൾ ഇതേപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സെക്ഷ്വാലിറ്റി എന്ന് പറയുന്നത്. പല മാരേജുകളിൽ ഇപ്പം ഇതേപോലെ തുറന്ന് പറയാൻ മടിയുള്ളപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് സെയിം സെക്സിനോടായിരിക്കാം ഇഷ്ടം, ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്ത്രീ ആവാനായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ ഒരു പുരുഷനാവാൻ ആഗ്രഹമുള്ള, ഇങ്ങനെ കുറേ ചിലപ്പോൾ അതിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അത് വെച്ചിട്ട് ഇത് വേറൊരാളുടെ കൂടെ കല്യാണം കഴിച്ച് ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് എത്താറുണ്ട്. അങ്ങനത്തെ വല്ല കേസുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഹോമോസെക്ഷലായിട്ട് വന്നിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. ഞാൻ ആ കാതൽ ഫിലിം ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ആഘോഷിക്കുമ്പോൾ ഞാൻ വിചാരിക്കും അത് അപ്പോൾ തന്നെ എനിക്കൊരു 4-5 കേസ് ആ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഡോക്ടേഴ്സിൻ്റെ കേസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് 2 കുട്ടികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ടൈമിൽ ഓവുലേഷൻ ടൈം പീരീഡ് നോക്കിയിട്ട് എന്തൊക്കെയോ മരുന്ന് കഴിച്ചതിന് ശേഷം എന്തോ ചെയ്ത കുട്ടികളുണ്ടായതാണ്. അപ്പോൾ ഭയങ്കര അതിക്രൂരതയാണ് പാർട്ട്ണറോട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്തെന്ന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് തരും. ഞാൻ സെക്ഷലാണോ, ഹോമയാണോ, ബൈ ആണോ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷുവാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ലാതെ എല്ലാവരും കല്യാണം കഴിച്ചു ഞാനും കല്യാണം കഴിക്കണമെന്നല്ല. എനിക്ക് അട്രാക്ഷൻ പെണ്ണിനോടുണ്ടോ? ഒരു പുരുഷൻ ചിന്തിക്കുകയാണ്, എനിക്ക് പെണ്ണിനോടാണോ അട്രാക്ഷൻ, അതല്ല പുരുഷനോടാണോ, അതോ ഞാൻ ഇങ്ങനെയാണോ അപ്പോൾ ഇവളോട് വരുന്ന സമയത്ത് എനിക്ക് എത്രത്തോളം ജെനുവിനായിരിക്കുക റിലേഷൻഷിപ്പ്. മാരേജിൻ്റെ എല്ലാ ബേസ് എന്ന് പറയുന്നത് സെക്സാണ്. എല്ലാ കോടതി വിധിയും വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്സിന് വേണ്ടിട്ടോ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുകയാണെങ്കിലും അതിൻ്റെ ബൈ റിസൾട്ട് എന്ന് പറയുന്നത്, അതിൻ്റെ ബോണ്ട് എന്ന് പറയുന്നത് ഒരു സെക്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ സെക്ഷുവാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്യണം. അത് അച്ഛനോ അമ്മയ്ക്കോ കൂട്ടുകാർക്കോ ഒന്നും പറ്റില്ല, അവനവന് മാത്രം കഴിയുന്ന ഒരു സാധനം. അത് സ്ട്രോങ് ആയിട്ട് അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തൻ്റെയിടം വേണം. അതൊരു കുറ്റമോ കുറവോ ഒന്നുമല്ല, അത് അവനവൻ്റെ സെക്ഷുവാലിറ്റിയാണ്, അവനവൻ്റെ ഇഷ്ടങ്ങളാണ് അതിന്. പക്ഷേ ബാക്കി ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനെ വലിച്ച് ജീവിതത്തിലോട്ടിട്ട് ക്രൂരത കാണിക്കാതിരിക്കുക. ഇത്രേ എനിക്കൊരു പറയാനുള്ളത്. അതിഭീകരമായ ക്രൂരതയാണ് അവരോട് ചെയ്യുന്നത്. അതെ. ഇപ്പം ഇതേപോലെ നമ്മുടെ ഈ സെക്ഷുവാലിറ്റി ഇതല്ലാതെ ഈ സെക്ഷുവലായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ കൊണ്ടും ഡിവോഴ്സുകൾ വരാറുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ അവരുടെ പല രീതിക്കുള്ള ഈ ഫാൻറ്റസികൾ, പല രീതിക്കുള്ളതൊക്കെ ഒരു മനുഷ്യൻ്റെ മേലെ ഇതാക്കി ചെയ്ത് ചിലപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ട് അങ്ങനെയും ഡിവോഴ്സുകൾ നടക്കാറില്ലേ? ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീയുടെ ഒരു ഇടുങ്ങിയ ചിന്താഗതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പല പല പൊസിഷനോ അല്ലെങ്കിൽ പല രീതിയിലോ അല്ലെങ്കിൽ ആ ഫാൻറ്റസി ലെവലൊന്നും സ്ത്രീ അത്ര കണ്ടങ്ങ് വരില്ല. പക്ഷേ ഒരു കറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ വന്നിട്ട് അതൊരു എൻജോയ് ചെയ്യാനുള്ളൊരു സാധനമാണ്, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരുടെയും എല്ലാ രീതിയിലും വെൽബീയിങ്ങിന് ഇമോഷനും ബോണ്ടാണ് എന്ന് സ്ത്രീയും കൂടെ വിചാരിക്കുകയാണെങ്കിൽ, എന്നും ഞാൻ സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ കണ്ട കേസുകളാണ് പറയുന്നത്. പക്ഷേ പുരുഷൻ കുറച്ചുകൂടെ അതിനകത്ത് എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ എൻജോയബിൾ ആക്കണം, ഫണ്ണാക്കണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. അപ്പം അതിന് ഇപ്പോൾ കറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ വരിക. പക്ഷേ അത് എവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് അതൊരു മാരിറ്റൽ റേപ്പ് പോലെ ആവുന്നു. അതായത് മറ്റൊരാളുടെ കൺസെൻറ്റ് ഇല്ലാതെ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ പെയിൻ നൽകി അവരുടെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ചെയ്യുന്നതാണ് മാരിറ്റൽ റേപ്പ് പോലെ വരുന്നത്. അതേപോലെ ഡിനയൽ വരും. സെക്ഷൽ ഡിനയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുരുഷനോടുള്ള ദേഷ്യം തീർക്കാൻ, റിവെഞ്ചായിട്ട് തീർക്കാൻ വേണ്ടിയിട്ട് സെക്സ് അങ്ങ് ഡിനേ ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് ഫ്രസ്ട്രേഷനും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ലോങ് ടേം സെക്ഷൽ ഡിനയലും ഒരു ക്രൂവൽറ്റിയാണ്. അത് ഡിവോഴ്സിനുള്ളൊരു ഗ്രൗണ്ടാണ്. അതേപോലെ തന്നെ മാരിറ്റൽ റേപ്പും ഡിവോഴ്സിനുള്ളൊരു ഗ്രൗണ്ടാണ്. പിന്നെ ഈ സെക്ഷൽ ഫാൻറ്റസീസ് എന്ന് പറയുന്നത് കപ്പിൾസ് നമ്മൾ മെച്ചുവേർഡ് അല്ലേ, ഇഷ്ടങ്ങൾ പറയുക, ഇഷ്ടമില്ലാത്തത് പറയുക, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറയുക, അതിൽ ഞാൻ ഹാപ്പിയാണോ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയാം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആദ്യമാണ്. അതില്ലാത്തവർ ദൈവം കല്യാണം കഴിക്കാതിരിക്കുക. മാം ഒരു ഇത് പറഞ്ഞു, കാതൽ സിനിമ ഒരുപാട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്, കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കൊച്ചുണ്ടായിട്ടുണ്ടാവും, കുറേ വർഷങ്ങൾ എടുത്തിട്ട് ഒരാൾ സെക്ഷുവാലിറ്റി ഇതാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ഒരു സ്ത്രീ തിരിച്ചറിയുന്നു, ആണോ പെണ്ണോ, അതിനെ തിരിച്ചറിയുമ്പോൾ അതൊരു ക്രിമിനൽ ഒഫൻസ് ആണോ? മീൻസ്
അതായത് അവർക്ക് ഇത് കല്യാണത്തിന് മുന്നേ അറിയണ്ടായിരുന്നില്ല, കല്യാണം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വർഷങ്ങൾ എടുത്തിട്ടായിരിക്കാം അവരിത് ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് നാളെ ഡിവോഴ്സിന് ഒരു വലിയൊരു ഗ്രൗണ്ട് ആണോ, അത് നമുക്കൊരു ഒഫൻസ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുമോ? ഒഫൻസ് അല്ലടാ, അതൊരിക്കലും പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് അല്ല, മാരിറ്റൽ ഡിസ്പ്യൂട്ടാണ്. അതിലല്ലാതെ ഒരിക്കലും ഒഫൻസ് പറയാൻ പറ്റില്ല. പിന്നെ ഈ എല്ലാവരും മറ്റേ ആ കാതൽ സിനിമയിലാണെങ്കിലും ജ്യോതികയുടെ ക്യാരക്ടർ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതിനെ ഒരിക്കലും ബ്ലെയിം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ വളരെ നല്ല രീതിയിൽ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം സ്ത്രീകൾക്കോ പുരുഷനോ അത് കഴിയുമെന്നറിയില്ല. എന്നെ നീ ചതിച്ചില്ലേ, എന്നെ പറ്റിച്ചില്ലേ, നിനക്കിതെന്താ നേരത്തെ അറിഞ്ഞുകൂടെ ആയിരുന്നു എന്നുള്ള ഒരു ചിന്തയായിരിക്കും. ചിലപ്പോൾ അറിഞ്ഞുകൂടെ ആയിരുന്നു കാണും. ഇതിന് മുന്നേ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവാതെ ആയിരിക്കും പോയി ചെന്ന് ചാടുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു പണിഷബിൾ ഒഫൻസ് ഒന്നും അല്ല. പക്ഷേ ഇറ്റ്സ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് അല്ലെങ്കിൽ മാരിറ്റൽ ഡിസ്പ്യൂട്ടിലൊക്കെ പോവാം. ചിലപ്പോൾ വേണമെങ്കിൽ കോമ്പൻസേഷൻ ചോദിച്ചെന്നിരിക്കുക. അത് ഓരോ കേസിന് ഡിപ്പെൻഡ് ചെയ്ത്, നമുക്കല്ലാതെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ലോ അങ്ങനെയില്ല. ഡിപ്പെൻഡ്സ് ചെയ്യുന്നത് കോടതിക്ക് തോന്നുകയാണ് മറ്റേ ആൾക്ക് അത്രയും ഡാമേജ് ഉണ്ടാക്കി, അത്രയും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി, അത് സോ അതിനൊരു എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ചോദിക്കാം. ഓക്കെ. ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യുമ്പോൾ ഇപ്പം ഇതൊക്കെ ഒരു വേറെ പാർട്ട്, ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുട്ടികളുള്ള പാർട്ട്നേഴ്സിനും കുട്ടികളില്ലാത്ത പാർട്ട്നേഴ്സിനും ഡിവോഴ്സ് ചെയ്യുമ്പം രണ്ട് ഗ്രൗണ്ട്സ് ആണോ, രണ്ട് നിയമങ്ങളുണ്ടോ, അതോ എങ്ങനെയാണത് വരുന്നത്? ഡിവോഴ്സിനകത്ത് കുട്ടികളെ കുറിച്ചൊന്നും പറയുന്നേ ഇല്ല. ഡിവോഴ്സ് ഇസ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നോട്ട് വിത്ത് ചിൽഡ്രൻ. കുട്ടികളെ സംബന്ധിക്കുന്ന കേസെല്ലാം ഗാർഡിയൻമാർഡ് ആക്ട് പ്രകാരം സെപ്പറേറ്റ് കേസാണ്. അതിന് സെപ്പറേറ്റ് നിയമമുണ്ട്. ഗാർഡിയൻമാർഡ് ആക്ടിനകത്താണെങ്കിൽ പാരൻസിന് ഈക്വൽ റൈറ്റ് പറയുന്നുണ്ട്, കസ്റ്റോഡിയൽ റൈറ്റ് പറയുന്നുണ്ട്, മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഗാർഡിയൻമാർഡ് ആക്ട്. ഡിവോഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്ത് കാണിക്കും. ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കുഞ്ഞുങ്ങളുള്ള കാര്യം നമ്മൾ പറഞ്ഞു പോകുമായിരിക്കും. പക്ഷേ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡിസിഷൻ കോടതിക്ക് എടുക്കണമെങ്കിൽ ആ ഡിവോഴ്സ് പെറ്റീഷനിൽ എടുക്കാൻ പറ്റില്ല. ഇറ്റ് സെപ്പറേറ്റ് പെറ്റീഷൻ നമ്മൾ ഫയൽ ചെയ്യണം ഗാർഡിയൻമാർഡ് ആക്ട് പ്രകാരം. അതിനകത്ത് കോടതി എടുത്ത് പറയണം കുഞ്ഞിൻ്റെ മുഴുവൻ കസ്റ്റഡി എനിക്ക് തരണം, ലീഗൽ ഗാർഡിയൻ ഞാനായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ കോടതി എതിർഭാഗത്തോട് ചോദിക്കും നിങ്ങളുടെ തർക്കം എന്തെങ്കിലും ഉണ്ടോ, കസ്റ്റഡി കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ. അവർ തർക്കം പറയുകയാണെങ്കിൽ കോടതി കുഞ്ഞുങ്ങളുടെ വെൽവിഷ് നോക്കും. കുഞ്ഞുങ്ങൾ ആരുടെ അടുത്തിരുന്നാലായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മാനസിക ശാരീരിക വളർച്ചയ്ക്ക് നല്ല എൻവോൾവ്മെൻറ്റ് ഏതാണ്, അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും കുട്ടികളുടെ വരുന്നത്. അത് ഗാർഡിയൻമാർഡ് ആക്റ്റാണ്. മറ്റതെല്ലാം മൊത്തം ഫാമിലി ലോസ്, മറ്റേ ഞാൻ പറഞ്ഞ പോലെ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ലോസ്. ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേര് ചിലപ്പോൾ മടുത്തിട്ടൊക്കെ ആയിരിക്കും എന്തായാലും ഒരു ഡിവോഴ്സിനാണ്. അപ്പം ഇത് ഇത്രയധികം വലിച്ചു നീട്ടണോ? എന്തുകൊണ്ടാണ് ഇത്രയധികം ലാഗ് വരുന്നത് ഒരു ഡിവോഴ്സ്? ഇപ്പോൾ നമ്മളൊരു കോടതിയിലോ? അതെ, കോടതിയിൽ ഒരു കേസ് എത്തിക്കഴിഞ്ഞാൽ ചാടിക്കയറി ഒരു വിധി പറയില്ല. വിധി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ന്യായയുക്തമായിരിക്കണം, നീതിയുക്തമായിരിക്കണം. അപ്പോൾ ന്യായവും നീതിയും ഉണ്ടാവണമെങ്കിൽ എന്തായാലും എതിർഭാഗത്തിൻ്റെ ഭാഗം കൂടെ കേൾക്കണം. അപ്പോൾ നമ്മളൊരു കേസ് ഫയൽ ചെയ്യുന്നു, ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതി OP നമ്പർ ഇട്ട് സ്വീകരിക്കുന്നു, എതിർഭാഗത്തിന് നോട്ടീസ് അയക്കുന്നു. ഇതേപോലെ ഒരു കേസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഇത്രാം തീയതി ഇത്ര മണിക്ക് വക്കീൽ മുഖാന്തരമോ നേരിട്ടോ കോടതിയിൽ ഹാജരായിട്ട് നിങ്ങൾ തർക്കം പറയൂ. അപ്പോൾ അവർ വരുമ്പോൾ ആദ്യം കോടതി എന്താണെന്നറിയോ, ഒരു റീയൂണിയൻ സ്കോപ്പ് ഉണ്ടോ, ചാടിക്കയറി വെക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം റീയൂണിയൻ എന്തെങ്കിലും സംസാരിക്കാം, കൗൺസിലിംഗ് വേണം. കൗൺസിലിംഗ് തന്നെ കുറഞ്ഞത് ഒരു 3 സിറ്റിംഗ് വരും. കൗൺസിലർ മാക്സിമം ശ്രമിക്കും അത് യോജിപ്പിക്കാൻ. അപ്പോൾ അവിടെയും പറ്റുന്നില്ല. അപ്പോൾ കൗൺസിലിംഗ് ഫെയിൽഡ് ആണെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് വരും. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം കോടതി പറയണം ഒരു ഔട്ട് ഓഫ് കോർട്ട് ഒരു മീഡിയേഷൻ നിങ്ങൾ സംസാരിച്ച് നോക്കുമെന്ന് പറഞ്ഞാൽ മീഡിയേറ്ററിൻ്റെ അടുത്തോട്ട് വരും. മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി നിയമിച്ച മീഡിയേറ്റർ അഡ്വക്കേറ്റ്സ് ആണ് മീഡിയേഷനിൽ നിൽക്കുന്നത്. അതായത് കോടതിയുടെ ജുഡീഷ്യൽ ടൈമിനെയൊക്കെ സേവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ്. അപ്പോൾ അവർ പറയണം എന്തായാലും ഒരുമിച്ച് പോകില്ല, നിങ്ങൾക്കൊരു മ്യൂച്വലി പിരിഞ്ഞൂടെ, സമയം എന്തിനാ കളയണേ, വെറുതെ നിങ്ങൾ എന്തിനും പറയുന്നത്. ഇപ്പോൾ കുട്ടികളെ കാര്യത്തിൽ അതാണ് മീഡിയേഷൻ ടോക്ക്. റീയൂണിയൻ അല്ല. കൗൺസിലിംഗ് ചെയ്യുന്നത് എപ്പോഴും റീയൂണിയനാണ്. അപ്പോൾ മീഡിയേഷനും ഫെയിലായി. മീഡിയേഷനിൽ പറയുകയാണ് ഒരാൾ എനിക്ക് ഡിവോഴ്സ് പറ്റും, മറ്റേ പറയണം എനിക്ക് ഡിവോഴ്സ് പറ്റില്ല, മറ്റേ പറഞ്ഞാൽ ഡിവോഴ്സ് തരാം പക്ഷേ കൊച്ചിനെ അപ്പോൾ അവർ പറയുന്നത് കൊച്ചിനെ തരാൻ പറ്റില്ല. അങ്ങനെയുള്ള വരുമ്പോഴേക്കും മീഡിയേഷൻ ഫെയിലാവും. അപ്പോഴാണ് കോടതി വരുന്നത്. കോടതി വന്നു കഴിഞ്ഞാൽ ട്രയൽ തുടങ്ങും. ട്രയൽ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭാഗവും അവിടെ ഭാഗവും എവിഡൻസും വാദവും പ്രതിവാദവും എല്ലാം കഴിഞ്ഞതിന് ശേഷം കോടതി ഒരു തീരുമാനം എടുക്കും. അതെ, അപ്പോൾ ഇതുവരെ എത്തുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. അത് അല്ലാതെ എൻ്റെ പ്രൊസീജിയർ കറക്റ്റായിട്ട് പോകാതെ കോടതിക്ക് ചെയ്യാൻ പറ്റില്ല. അത് പ്രൊസീജിയറാണ് അതിൻ്റെ. അതെ, ഇപ്പം ഒരു മാക്സിമം ഒരു എത്ര വർഷം നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു പ്രോസസ്സ്? ഇന്നത്തെ നില അനുസരിച്ച്, അതായത് കോടതികളിൽ അത്രയും കേസ് കൂടുതലാണ്, മിനിമം ഒരു 2-3 ഇയേഴ്സ് എൻ്റെ പിറകെ പോകും. കണ്ടസ്റ്റിംഗ് ആയിട്ട് പോകും, ഫൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ. അത് കഴിഞ്ഞ് താഴെ അടിയുണ്ടാക്കി നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നു കഴിഞ്ഞാൽ അതിന് അപ്പീലും പോയി ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ അവിടെയും ചിലപ്പോൾ കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം.
വേണമെന്ന് വെച്ചാൽ 10 വർഷം വരെ വേണമെങ്കിലും ഫൈറ്റ് കടക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഒരു കാലം ഒരു ജന്മം മൊത്തം എൻ്റെ പുറകെ നടക്കാം. ഓക്കെ, ഇതിപ്പോൾ ടൈമിൻ്റെ കാര്യം പറഞ്ഞു. ഇത് എത്രത്തോളം ഭയങ്കര പൈസയും കൺസ്യൂമിങ് ആണ്? എത്രത്തോളം ഒരു മനുഷ്യരുടെ ഡിവോഴ്സിൽ എത്ര പൈസ ഡിവോഴ്സിൽ സാമ്പത്തിക ചെലവ് വരുന്നത് വക്കീൽ ഫീസാണ്. വക്കീലാണ് തീരുമാനിക്കുന്നത്. വക്കീലാണ്. നമുക്കങ്ങനെ അഡ്വക്കേറ്റ്സിന് ഇത്ര ഫീസ്. ഇപ്പം ഞാൻ ഇത്രയും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഞാനൊരു ഫീസ് പറയും. അപ്പോൾ അതാണ് പ്രശ്നം. പക്ഷേ ഫീസ് ഇല്ലാതെയും കേസ് നടത്താം. ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് എല്ലാ കോടതികളിലുണ്ട്. അവിടെ സ്ത്രീകൾക്ക് സാമ്പത്തികമായിട്ട് കുറഞ്ഞിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വികലാംഗർക്ക് ഇവർക്കൊക്കെ വന്നിട്ട് ഫീസ് 5 പൈസ ഇല്ലാതെ അവിടുത്തെ പാനൽ അഡ്വക്കേറ്റ്സിനെ വെച്ച് ചെയ്യാം. അല്ലാതെ നമ്മളെപ്പോലെ ഡൗട്ട് അതൊക്കെ ഒരു ശരിക്കുള്ള അഡ്വക്കേറ്റ്സ് ആണോ? അവർക്ക് പൈസ കൊടുത്താലേ നല്ല അഡ്വക്കേറ്റ്സ്, ഇങ്ങനെ ഗവൺമെന്റ് ആയിട്ട് ഇതേപോലെ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷെ ഞാനൊക്കെ ജൂനിയർ ആയിരിക്കുന്ന സമയത്ത് പാനലിൽ ഉണ്ടായിരുന്നു. നമ്മളെടുക്കുന്ന കേസുകളും നമ്മളെ നല്ല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിന് കിട്ടുന്ന ഇൻകം വളരെ കുറവായത് കാരണം നമ്മളല്ലാതെ കേസിലേക്ക് പോവാണ്. പിന്നെ ഒരിക്കലും അവർ LLB കഴിഞ്ഞവരല്ലേ, അല്ലാത്തവർ എൻറോൾ ചെയ്യാത്തവരാരും പാനലിൽ എടുക്കത്തില്ല. പിന്നെ ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്, കഴിവില്ലാത്ത വക്കീല് എന്നൊക്കെ പറയുന്നത്. പഠിച്ച് LLB എടുത്തെങ്കിൽ ഒരുവിധം പ്രാക്ടീസ് കൂടെ ചെയ്യുകയാണെങ്കിൽ അവർ ഡെഫിനറ്റ് ആയിട്ട് നല്ല വക്കീല. അപ്പോൾ ഇത് ഈ കോടതിയിൽ അപ്പോൾ നമ്മൾ ഇത്ര എമൗണ്ട് അടയ്ക്കണം, അങ്ങനത്തെ വളരെ തുച്ഛമായിട്ടുള്ള ഫീസ്. പിന്നെ റിക്കവറി സ്യൂട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു 100 പവൻ്റെ സ്വർണം കൊടുത്തു. അപ്പോൾ 100 പവൻ്റെ സ്വർണം തിരിച്ച് കിട്ടാൻ വേണ്ടി റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫയൽ ചെയ്യണം. അന്ന് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് അതിനൊരു കോർട്ട് ഫീ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കണം. അതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുന്നത് റീസണബിളാണ്. ലീഗൽ സർവീസ് വഴി പോവുകയാണെങ്കിൽ അതുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ കൊടുക്കേണ്ടി വരില്ല. ഓക്കെ. ഡിവോഴ്സ് എന്തിനാണോ ഡിവോഴ്സ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചെറിയൊരു എന്തെങ്കിലും ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം ഈ ഒരു എപ്പിസോഡ്. എന്ന് വെച്ചാൽ വേറൊരാളോട് ചോദിക്കുകയാണ് എന്തിനാണോ ഡിവോഴ്സ് ഒക്കെ ഇതൊക്കെ ചോദിക്കുന്ന അത് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. മനസ്സിലായില്ല? അത് മാത്രമല്ല, നിങ്ങളത് ചോദിക്കരുത്. അത് അവരുടെ തന്നെ തീരുമാനമാണ്. അവരുടെ എന്ത് തീരുമാനം എടുത്താലും അവരുടെ കൂടെ നിൽക്കുക. നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം ചിലപ്പോൾ ഫ്ലറിഷായിട്ട് വളരും. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ മറ്റയാളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, വലിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലാണ് ഈ ഡിവോഴ്സ്. അപ്പോൾ അവർ കട്ട് ചെയ്ത് കൊടുക്കൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഞാൻ പൂജയെടുത്ത് പറഞ്ഞ പോലെ അത് ഞാൻ അന്ന് സഹിച്ചിരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനിന്ന് ആത്മഹത്യ ചെയ്തേനെ, അല്ലെങ്കിൽ പടമായേനെ. ഇന്നത്തെ ഈ ശൈലിയെ നിങ്ങൾ ആരും കാണത്തില്ലായിരിക്കും. അപ്പോഴെങ്കിൽ അല്ലെങ്കിൽ അവ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൻ്റെ കൂടെ ഇരിക്കുമോ? നിങ്ങൾ ആരാ ചോദിക്കാൻ വേണ്ടിയിട്ട്? ഐ എം സോ ഹാപ്പി. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. ലൈക്ക് ഇപ്പോൾ ഒരുപാട് അറിയാത്ത കാര്യങ്ങളും കുറേ അറിഞ്ഞു. സോ എസ്മേറ ബ്യൂട്ടി കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്ന പിങ്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പിലേക്ക് അടുത്തിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് മാം ഫോർ കമ്മിങ് ഹിയർ, ആൻഡ് താങ്ക് യു എസ്മേറ ബ്യൂട്ടി കോൺസെപ്റ്റ് ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ.